ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2011 പുറത്തിറങ്ങിയ ഒരു ജാപ്പനീസ് ഡിറ്റക്റ്റീവ് മൂവി ആയിട്ടുള്ള ദ വിങ്സ് ഓഫ് ദ കൈറിൻ എന്ന് പറഞ്ഞൊരു വേറെ ലെവൽ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഷിൻസാമോൺ എന്ന് പറഞ്ഞിട്ട് ഒരു TV സീരീസ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു സീരീസിലെ ഒന്നാമത്തെ പാർട്ടും നാലാമത്തെ പാർട്ടും നമ്മൾ ആൾറെഡി തന്നെ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ടിന്റെ പേര് ഹക്കായി യൂബി അല്ലെങ്കിൽ റെഡ് ഫിംഗർ. നാലാമത്തെ പാർട്ട് ദി ക്രൈം ദാറ്റ് ബൈൻഡ് എന്ന് പറഞ്ഞൊരു മൂവി. ഇത് രണ്ട് പാർട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ട് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. അതുമല്ല, കഴിഞ്ഞ പാർട്ടിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഹീറോ അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസുമായിട്ടായിരിക്കും വരുന്നതെന്ന്. അതേപോലെ തന്നെയാണ് ഈ ഒരു മൂവിയിലും. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ക്രൈം ത്രില്ലർ മൂവീസ് വരുമ്പോഴത്തേക്കും ഈ ഒരുപാട് ടെസ്റ്റുകളും അല്ലെങ്കിൽ അതിലെ കില്ലറിനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഞാൻ മൂവിയുടെ ആദ്യം തന്നെ പറയാറുണ്ട്, ഇതിലെ കില്ലറിനെ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടൊന്ന് കമന്റ് ചെയ്യാനായിട്ട്. അത് നല്ലതുപോലെ തന്നെ പലരും കണ്ടുപിടിച്ച് പറയാറുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഒരു മൂവിയിൽ ഞാൻ ഇതിലെ കില്ലർ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 25 മിനിറ്റ് സമയം തരാം. അതിന് മുന്നേ യഥാർത്ഥ കില്ലർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമില്ലെന്ന് നിങ്ങളൊന്ന് ശ്രമിക്കുക. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് കമന്റും ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് ആരും കമന്റ് ചെയ്ത് കളയരുത്, ബാക്കിയുള്ളവർക്ക് കാണാനുള്ളതാണ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കമന്റ് ചെയ്യുക. അപ്പോൾ യഥാർത്ഥ കില്ലർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഏകദേശം 50 വയസ്സ് പ്രായം കഴിഞ്ഞ ഒരാള് വയറിൽ കുത്തുകൊണ്ടിട്ട് ഒരു പാലത്തിന് മുകളിലേക്ക് നടന്നിങ്ങനെ പോവാണെന്ന് വെച്ചാൽ നല്ല ഇതിൽ പുള്ളിക്ക് നടക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നടന്ന അവസാനം ഈ ബ്രിഡ്ജിന് മുകളിലായിട്ട് ഒരു ഡ്രാഗന്റെ പ്രതിമ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന് മുന്നിലേക്ക് ചെന്നിട്ട് അയാളുടെ കയ്യിൽ എന്തോ ഒരു പറവയെ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിങ്ങനെ അവിടെ നിന്നും പാർത്തി വിടുന്നതും അയാൾ അവിടെ തന്നെ മരിച്ചു വീഴുകയും ചെയ്യുന്നു. അങ്ങനെ അയാൾ അവിടെ മരിച്ചു വീഴുന്നതും ആ ഒരു വഴിക്ക് വന്നൊരു പോലീസുകാരൻ ഈ ഒരു കാര്യം കണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കാര്യവും വിളിച്ചു പറയുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മൂവിയിലെ ഹീറോയെ കാണിക്കുകയാണ്. കഴിഞ്ഞ പാർട്ടിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു, ഹീറോയുടെ സുഹൃത്ത് ആ ഒരു നേഴ്സ് ഉണ്ടല്ലോ, ഹീറോയുടെ അച്ഛനെ നോക്കിയിരുന്ന അവര് രണ്ടുപേരും ഇപ്പോൾ ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. അതുമല്ല, കഴിഞ്ഞ പാർട്ടിൽ തന്നെ നമ്മുടെ ഹീറോയുടെ അച്ഛൻ മരിച്ചു പോയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമായി. ഇപ്പോൾ 3ാമത്തെ വർഷത്തെ അതിന്റെ ഒരു ആനിവേഴ്സറിക്ക് ഹീറോയെ വിളിക്കാനായിട്ടാണ് ആ ഒരു നേഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹീറോ പറയും, എന്റെ അച്ഛൻ മരിച്ചു പോയില്ലേ, വീണ്ടും ആ ഒരു കാര്യം തന്നെ പിന്നെയും എന്തിനാ എന്നെ ഇട്ട് ഓർമ്മിപ്പിക്കുന്നേ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഹീറോയ്ക്ക് കോള് വരികയാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു പാലത്തിന് മുകളിൽ മരിച്ചു കിടന്ന അയാളെ പറ്റിയാണ് നമ്മുടെ ഹീറോയോട് പോയി വിളിച്ച് പറയുന്നത്. അപ്പോഴേക്കും ഹീറോ പെട്ടെന്ന് ആ ഒരു സുഹൃത്തിനോട് പറയും, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ജോലിയുണ്ട്, ഞാൻ പോയിട്ട് പിന്നീട് വരാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നത് മറ്റൊരു സീനിൽ കാണിക്കുമ്പോൾ ഒരു ബേക്കറിയിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനെ അവളുടെ ബോയ് ഫ്രണ്ട് ഇങ്ങനെ വിളിക്കുന്നതും അവൾ ചോദിക്കും, ഹേയ് എന്തായി, നീ പോയിട്ട് ഇന്റർവ്യൂ എല്ലാം നല്ലതുപോലെ കഴിഞ്ഞു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറയും, അതൊന്നുമല്ല, അവിടെ വലിയൊരു പ്രശ്നം നടന്നു, ഇന്റർവ്യൂവിൽ ഞാൻ പാസ്സായില്ല, പക്ഷേ മറ്റൊരു വലിയ പ്രശ്നം നടന്നു എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ പേടിച്ച് ഈ റോഡിന് സൈഡിലായിട്ടുള്ള ചെടികൾക്കിടയിൽ ഇരുന്നിട്ട് അവൻ അങ്ങനെ പേടിച്ചിരുന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ അവൻ അവിടെ ഇരിക്കുന്ന സമയത്താണ് ആ റോഡിലൂടെ നടന്നു വരുന്ന ഒരു പോലീസുകാരന്റെ മുന്നിൽ അവൻ ഇങ്ങനെ കാണുന്നതും ഇവനാണെങ്കിൽ പെട്ടെന്ന് പോലീസുകാരനെ കാണുമ്പോൾ പേടിച്ചിട്ട് അവിടെ നിന്ന് ജീവനും കൊണ്ടൊരു ഒറ്റ ഓട്ടം. പക്ഷെ അവിടെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിക്കുന്നത്. അവൻ അങ്ങനെ ഓടി റോഡിനടുത്തേക്ക് ചെന്ന് നിൽക്കുന്നതും പെട്ടെന്നൊരു ട്രക്ക് വന്നിട്ട് അവനെ ഒരു ഒറ്റയിടി. അതേസമയം തന്നെ ഇവിടെ ആ പാലത്തിന് മുകളിൽ മരിച്ചിടക്കുന്ന അയാളുടെ അടുത്തേക്ക് ഡിറ്റക്റ്റീവായിട്ടുള്ള സൂഹിയും ചീഫും അവിടെ വന്നിട്ട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ തിരക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയും അവിടേക്ക് വരുന്നു. അതുമല്ല, ഹീറോയ്ക്ക് ഇതിന് മുന്നേ തന്നെ ഈ ഒരു കേസിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൊലപാതകത്തിനുള്ള ശ്രമം നടന്നിട്ടുള്ളത് ഇവിടെ താഴെയുള്ള സബ്വേയിൽ വെച്ചിട്ടാണ് ഈ ഒരു വയസ്സായിട്ടുള്ള ഒരാളെ ഒരാൾ കുത്തിയിട്ടുള്ളതും. അങ്ങനെ കുത്തുകൊണ്ടതിന് ശേഷം ആ വയസ്സായിട്ടുള്ള ആള് സഭയിൽ നിന്നും ഈ ഒരു പ്രതിമ വരെ, പാലത്തിന് മുകളിലുള്ള ഈ ഒരു പ്രതിമ വരെ നടന്നു വരുമായിരുന്നു. പക്ഷെ ഇവിടെയാണ് ഓരോ ചോദ്യങ്ങൾ വരുന്നത്. ആ വയസ്സായിട്ടുള്ള ഒരാളെ കുത്തിയത് ആരാണ്? കുത്തുകൊണ്ടിട്ടും മറ്റൊരാളുടെ സഹായം ചോദിക്കാതെ അയാള് അവിടെ നിന്നും ഈ ഒരു പ്രതിമ വരെ നടന്നു വരേണ്ട ആവശ്യം എന്താണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയിനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും മരിച്ചുപോയ ആ ഒരാളുടെ ഫാമിലി അങ്ങനെ കാണിക്കുകയാണ്. അയാൾക്കാണെങ്കിൽ ഒരു ഭാര്യ, അതേപോലെ തന്നെ 2 മക്കളും ഉണ്ട്. അങ്ങനെ അവരെല്ലാവരും അയാളെ നോക്കി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്ന അതേ സമയത്ത് നമ്മുടെ ഹീറോ അവിടേക്ക് വന്നിട്ട്, ഇതേപോലെ നിങ്ങളുടെ ഭർത്താവിനെ കൊന്നത് ഇയാളാണെന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഒരാളെ സംശയമുണ്ട്. കാരണം നിങ്ങളുടെ ഭർത്താവിന്റെ ഹാൻഡ് ബാഗ് ഒരാളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആരാണെന്ന് വെച്ചാൽ നേരത്തെ ആ ഒരു ആക്സിഡന്റ് ആയല്ലോ ബോയ് ഫ്രണ്ട്, അവന്റെ പേര് വില്ലേ, അതുകൊണ്ട് അവനെയാണ് സംശയം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ സത്യങ്ങളെല്ലാം മനസ്സിലാക്കും എന്ന് ആ ഒരു ഫാമിലിയോട് നമ്മുടെ ഹീറോ ഇങ്ങനെ പറയുന്ന അതേ സമയത്ത് ഇവിടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള വില്ലിന്റെ കാമുകിയെ കാണിക്കുമ്പോഴത്തേക്കും അവളിപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് നേരെ വില്ലിനെ കാണാനായിട്ട് ആശുപത്രിയിലേക്ക് വരികയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വില്ല് ഇപ്പോഴും മരിച്ചിട്ടില്ല, അവൻ ആക്സിഡന്റ് ആയിട്ട് പരിക്ക് പറ്റി ഒരു കോമ സ്റ്റേജിൽ ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ വില്ലിന്റെ കാമുകിയെ ഹീറോ കണ്ടിരുന്നു, പക്ഷെ അവളോട് അധികം ഒന്നും സംസാരിക്കാതെ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവളാണെങ്കിലും വന്നിട്ട് വില്ലിനെ കാണുന്നതും ഒരു 50-50 ചാൻസ് ആണെന്ന് ഡോക്ടർ ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അതേസമയം തന്നെ
ആ മരിച്ച വയസ്സായിട്ടുള്ള അയാളുടെ ഹാൻഡ് ബാഗ് നമ്മുടെ വില്ലിന്റെ കയ്യിലാണ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു ബാഗിലുള്ള സാധനങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മാറ്റി വെച്ച് അയാളുടെ കുടുംബത്തെ അത് കാണിച്ചിട്ട്, അല്ല ഈ സാധനങ്ങളെല്ലാം നിങ്ങളുടെ ഭർത്താവിന്റെ തന്നെയാണോ എന്നിങ്ങനെ ചെക്ക് ചെയ്യാൻ പറയുന്നതും ഇതിൽ 3 സാധനങ്ങൾ മാത്രം അവരുടെ ഭർത്താവിൻ്റെതല്ല എന്ന് അവരിങ്ങനെ പറയും. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ക്യാമറ, ഒരു ഇന്റർനെറ്റ് സെന്ററിന്റെ വിസിറ്റിംഗ് കാർഡ്, മൂന്നാമതൊരു പൗച്ച്. അങ്ങനെ ഇത് 3ഉം എന്റെ ഭർത്താവിന്റെ കയ്യിൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് അയാളുടെ ഭാര്യ ഇങ്ങനെ പറയുന്നതും ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിലുള്ള ഡീറ്റെയിൽസ് എല്ലാം വാങ്ങി അവരെ പറഞ്ഞു വിട്ട് നടന്നത് എന്താണെന്നുള്ള കാര്യം സ്റ്റേഷനിൽ ഇരുന്നിട്ട് ഒരു മീറ്റിംഗ് കൂടി ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. ഇപ്പൊ മരിച്ചുപോയ ഒരു വയസ്സായിട്ടുള്ള ഒരാളുണ്ടല്ലോ, അയാള് ഒരു വലിയ മെറ്റൽ കമ്പനിയുടെ ഡയറക്ടറാണ്. അയാളെ നമുക്ക് ജോൺ എന്ന് വിളിക്കാം. സത്യത്തില് ജോണിനെ കുത്തുകൊണ്ട ആ ഒരു സ്ഥലവും അതേപോലെ തന്നെ ജോണിന്റെ വീടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടായിരിക്കും ജോണിന്റെ വീട്ടിൽ നിന്നും അവന് കുത്തുകൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് വന്നത് എന്നുള്ളതാണ് ഇവരുടെ ആദ്യത്തെ ചോദ്യം. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് ജോൺ അവിടേക്ക് വന്നു. അവിടെ വെച്ചിട്ട് ജോണിന് എന്തായാലും കുത്തും കൊണ്ടു. അതുമല്ലാതെ ജോണിന് കുത്തുകൊണ്ട് ആ ഒരു കത്തി പരിശോധിക്കുമ്പോഴത്തേക്കും അതിൽ ആരുടെയും ഫിംഗർ പ്രിന്റ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ കുത്തിയതിനു ശേഷം ആരോ ഒരാൾ ആ ഒരു കത്തി തുടച്ചിട്ടാണ് പോയിരിക്കുന്നത്. അതുമല്ലാതെ നമ്മുടെ ജോണിന്റെ ഹാൻഡ് ബാഗ് ആണെങ്കിൽ വില്ലിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ 3 സാധനങ്ങൾ ജോണിന്റേതല്ലാതാണ് ആ ഒരു ഫാമിലിയും പറയുന്നത്. കാരണം അവർ ആ ഒരു ക്യാമറ പരിശോധിക്കുമ്പോൾ അതിലൊരു ഫോട്ടോ ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ മീറ്റിംഗിൽ കൂടിയിട്ട് ഇവരിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ പോലീസുകാരും ചീഫും എല്ലാവരും കൂടി തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള വില്ലുണ്ടല്ലോ, അവനാണ് ജോണിനെ കുത്തിയത് എന്നുള്ള രീതിയിൽ ഇവരെല്ലാവരും പറയുന്നത്. എന്താണ് സത്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോയെയും സൂഹിനെയും ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഹീറോ സൂഹിനെ കൂട്ടിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഇങ്ങനെ ചെല്ലാണ്. അങ്ങനെ അവിടേക്ക് ചെന്നിട്ട് നമ്മുടെ ഹീറോ പെട്ടെന്ന് ജോണിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഈ ഒരാൾ ഇവിടേക്ക് വന്നിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അതെ ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യം വന്നിട്ട് ഒരു പൗച്ച് ചോദിച്ചിരുന്നു, പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു ഐറ്റം ഇവിടെ ഇല്ലായിരുന്നു. പിന്നീട് വീണ്ടും രണ്ടാമതും അതേ പൗച്ച് തന്നെ ചോദിച്ചു വന്നിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അയാളെ നല്ല ഓർമ്മയുള്ളത് എന്നാ ഒരു ലേഡി ഇങ്ങനെ പറയുന്നതും നമ്മുടെ ജോണിന്റെ കയ്യില് നമ്മുടെ ജോണിന്റെ ബാഗിൽ നിന്നും ഒരു പൗച്ച് കിട്ടിയിരുന്നല്ലോ. അവന്റെ ഭാര്യയാണെങ്കിലും പറഞ്ഞു ഇത് അവന്റേതല്ലത്. സത്യത്തിൽ ആ ഒരു പൗച്ച് നമ്മുടെ ജോൺ ഈ ഒരു സ്ഥലത്ത് നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹീറോ ഈ ഒരു സ്ഥലത്ത് തന്നെ വന്ന് തിരക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോ ഈ ഒരു പൗച്ച് ഈ ഒരു കടയിൽ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ജോൺ ഈ ഒരു കടയിൽ നിന്നായിരിക്കാം അത് വാങ്ങിയത് എന്നുള്ള രീതിയിൽ ഇവിടേക്ക് വന്നതും ഇപ്പോൾ അത് കൺഫേം ചെയ്തത്. പക്ഷേ എന്നിരുന്നാലും ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോണിന്റെ വീട് വേറെ എവിടെയോ ആണ്. അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഈ ഒരു പൗച്ച് വാങ്ങേണ്ട ആവശ്യം എന്താണ്? അപ്പൊ ഈ ഒരു ചോദ്യം നമ്മുടെ ഹീറോയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ നേരെ വന്നിട്ട് വില്ലിന്റെ കാമുകിയെ വന്ന് കണ്ടിട്ട് വില്ലിന് ആക്സിഡന്റ് ആയത് ഏകദേശം ഒരു 9 മണിക്കാണ്. പക്ഷെ 6 മണിക്ക് തന്നെ നിനക്കൊരു മെസ്സേജ് അവൻ അയച്ചിട്ടുണ്ട്. ഞാൻ ഇന്നൊരാളെ കാണാൻ പോവാണ്, അയാളെ കണ്ടതിന് ശേഷം നമ്മുടെ ജീവിതം തന്നെ മാറി മറിയാൻ പോവാണ് എന്നുള്ള രീതിയിൽ നിനക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് നിനക്ക് അയക്കാൻ കാരണം എന്ന് നമ്മുടെ ഹീറോ അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, എന്തോ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അതിന് പോകണമെന്ന് പറഞ്ഞിരുന്നു എന്ന് അവളിങ്ങനെ പറയുന്നതും ഹീറോ പറയും ഓക്കെ ശരി, അവൻ ആക്സിഡന്റ് നടക്കുന്നതിന് കുറച്ചു മുന്നേ അവൻ നിന്നെ വിളിച്ചിരുന്നല്ലോ, അപ്പോഴെന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വില്ല് പറഞ്ഞത് അവൻ എന്തോ ഒരു തെറ്റ് സംഭവിച്ചു എന്നും പറഞ്ഞിട്ടാണ് അവളോട് വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കാര്യം ഹീറോയോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവുമെന്നും പറഞ്ഞിട്ട് അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ വിളിച്ചിട്ട് വീട്ടിലേക്ക് ലേറ്റ് ആയിട്ട് വരുമെന്നേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല എന്ന് കള്ളം പറയും. പക്ഷെ നമ്മുടെ ഹീറോ എന്തായാലും അവളെ വെറുതെ വിടും. ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിച്ചിങ്ങനെ വരുമ്പോഴത്തേക്കാണ് മറ്റൊരു ടെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. എന്താണെന്ന് വെച്ചാൽ മരിച്ച ജോൺ എന്ന് പറഞ്ഞ അയാളുണ്ടല്ലോ, അയാൾ ഡയറക്ടർ ആയിട്ടുള്ള ആ ഒരു കമ്പനിയിൽ തന്നെയാണ് വില്യം കുറെ നാളുകൾക്ക് മുന്നേ ജോലി ചെയ്തിരുന്നത്. അതുപോലെ 6 മാസത്തിന് മുന്നേ അവന്റെ ജോലിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. അതിനുശേഷം ഇതുവരെയും അവരൊരു ജോലിക്കും പോയിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ 6 മാസങ്ങൾക്ക് മുന്നേ ജോൺ അവനെ ജോലിയിൽ നിന്നും പുറത്താക്കിയ ആ ഒരു ദേഷ്യം കാരണമായിരിക്കാം വില്ല് ജോണിനെ കുത്തിയിട്ട് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു പേഴ്സും മറ്റു കാര്യങ്ങളെല്ലാം എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്ന സമയത്ത് അവൻ ആക്സിഡന്റ് ആയെന്ന് എന്നുള്ള രീതിയിൽ ചിന്തിച്ച നമ്മുടെ ഹീറോ നേരെ ജോണിന്റെ ഫാമിലിയെ കണ്ടിട്ട് ഇതേപോലെ വില്ലിനെ പറ്റി എന്തെങ്കിലും അറിയുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയും ഇല്ല, എന്റെ ഭർത്താവ് ഒരിക്കലും ജോലിയെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും വീട്ടിൽ പറയാറില്ല, അതുകൊണ്ട് അവനെ പറ്റിയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുന്നത്. മൊത്തത്തിൽ നമ്മുടെ ജോണിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും ഈ ഒരു ഫാമിലിയിലുള്ള ആർക്കും അങ്ങനെ അറിയത്തില്ല. അതേസമയം നമ്മുടെ ഹീറോ പെട്ടെന്ന് ജോണിന്റെ മകനെ നോക്കിയിട്ടാണ് അല്ല നിനക്ക് നിന്റെ അച്ഛനെ പറ്റി എന്തെങ്കിലും അറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജോണിന്റെ മകളുണ്ടല്ലോ, അവള് പെട്ടെന്ന് നമ്മുടെ ഹീറോയോട് പറയും ഇവനോടൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, എന്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അച്ഛനോട് ഒരു സ്നേഹവും ഇല്ലാത്തവനാണ്, എപ്പോഴും ഇവർ രണ്ടുപേരും വഴക്കായിരിക്കും, അതുകൊണ്ട് ഇവനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ലാന്ന് ആ ഒരു സഹോദരി അവനെ നോക്കി ഇങ്ങനെ വഴക്കെല്ലാം പറയുന്ന സമയത്ത് അവൻ പെട്ടെന്ന് ദേഷ്യം എഴുന്നേറ്റിട്ട് എപ്പോഴും നിങ്ങൾക്ക് എന്നെ വഴക്ക് പറയാൻ മാത്രമേ സമയമുള്ളൂ എന്നും പറഞ്ഞിങ്ങനെ നടന്നു പോകുന്നതും ഹീറോ അവനെ വിളിച്ച് നിർത്തിയിട്ടാണ് ചോദിക്കുന്നത് അല്ല ഒരു കാര്യം കൂടി ഒന്ന് ചോദിക്കട്ടെ, 3 ദിവസങ്ങൾക്ക് മുന്നേ നിന്റെ അച്ഛൻ നിന്നെ സ്വിമ്മിങ് പഠിപ്പിക്കുന്ന ആ ഒരു ടീച്ചറിനെ വിളിച്ചിട്ട് അവർ തമ്മിൽ എന്തോ സംസാരിച്ചിരുന്നു, അതിനെപ്പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഞാനല്ലേ നേരത്തെ പറഞ്ഞത് എനിക്ക് അയാളെ പറ്റി ഒരു കാര്യം അറിയത്തില്ലാന്ന്, അതുകൊണ്ട് എന്നെ ഒന്ന് വെറുതെ വിടാൻ കഴിയോ എന്നും പറഞ്ഞിട്ട് അവൻ ദേഷിച്ച് അകത്തേക്ക് കയറി പോകുന്ന സമയത്താണ് അവനൊരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ആലോചിക്കുന്നത്.
ജോൺ ഒരു ദിവസം അവന്റെ മകനെ പിടിച്ചു നിർത്തിയിട്ട് നീ സ്വിമ്മിംഗ് ക്ലാസ്സിന് പോകുന്നത് നിർത്തിയാലോ, അതിനെന്താ കാരണമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവൻ പറയും ആ കാര്യങ്ങളെല്ലാം നടന്നിട്ട് ഇപ്പൊ ഏകദേശം 3 വർഷമായി. ഇപ്പൊ എന്തിനാ അതിനെ പറ്റിയെല്ലാം ചോദിക്കുന്നത്? എനിക്ക് ആ ക്ലാസ്സിന് പോകാനായിട്ട് താല്പര്യമില്ല, എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ നിർത്തി. അല്ല അതിനെപ്പറ്റി അച്ഛനിപ്പോ എന്തിനാ ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ജോണിനോട് വഴക്കിട്ടിട്ട് അവൻ നേരെ റൂമിലേക്ക് പോകും. അപ്പൊ ഇത്രയും കാര്യങ്ങള് അവൻ ആ റൂമിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നതും അടുത്ത സീനിൽ തന്നെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ നേരെ മരിച്ചുപോയ ജോൺ ഉണ്ടല്ലോ 3 ദിവസത്തിന് മുന്നേ ആ ഒരു സ്വിമ്മിംഗ് കോച്ചിന് കോൾ ചെയ്തെന്ന് പറഞ്ഞിരുന്നല്ലോ, അയാളെ കാണാനായിട്ട് ചെല്ലാണ്. എന്നിട്ട് അയാളോട് ചോദിക്കും അല്ല എന്തിനാണ് ജോൺ 3 ദിവസം മുന്നേ നിങ്ങളെ വിളിച്ച് സംസാരിച്ചത്? അപ്പൊ അയാൾ പറയും ഇതെല്ലാം അയാളുടെ മകനോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ്. ജോണിനാണെങ്കിൽ തന്റെ മകനെ സ്വിമ്മിംഗ് പഠിപ്പിക്കണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ അവനാണെങ്കിലോ സ്വിമ്മിംഗ് പഠിക്കുന്നതിന് ഒട്ടും താല്പര്യമില്ല. അതെന്തുകൊണ്ടാണെന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് ജോൺ എന്നെ വിളിച്ചത് എന്നാ ഒരു കോച്ച് ഇങ്ങനെ പറയുന്നതും. ഇവിടെ ഈ ഒരു കേസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതേസമയമാണ് അവർ പുതിയൊരു കാര്യം കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ജോൺ മരിക്കുന്നതിന് മുന്നേ അന്ന് രാത്രി 7 മണിക്ക് ഏതോ ഒരു കോഫി ഷോപ്പില് ആരെയെ കണ്ടൊരു മീറ്റിംഗ് കൂടിയിരുന്നു. അന്നത്തെ ദിവസം ജോൺ 2 കോഫി വാങ്ങിച്ചിരുന്നു. പക്ഷെ ആരെയാണ് കണ്ടതെന്ന് ഇതുവരെ ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അത് ആശുപത്രിയിൽ കിടക്കുന്ന വില്ലായിരിക്കാം. കാരണം 6 മണിക്ക് അവൻ ആരെയോ മീറ്റ് ചെയ്യാൻ പോകുന്നെന്ന് അവന്റെ കാമുകിക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു. അതുകൊണ്ട് വില്ലും ജോണും ആയിരിക്കാം മീറ്റ് ചെയ്തത് എന്നുള്ള രീതിയിൽ ഈ ഒരു പോലീസുകാർ ഒരു കാര്യം കണ്ടുപിടിക്കുന്നതും. നമ്മുടെ വില്ലും ജോണും ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ അതന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൂഹി നേരെ ആ ഒരു കമ്പനിയിലേക്ക് ചെന്നിട്ട് കാര്യങ്ങളെല്ലാം തിരക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഹീറോ ആ കൊല നടന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് വന്ന് അവന്റെ അന്വേഷണങ്ങളെല്ലാം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയമാണ് കഴിഞ്ഞ പാർട്ടിൽ റിപ്പോർട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ കണ്ടിരുന്നല്ലോ. ആ ഒരു പെണ്ണ് ഇപ്പോൾ നമ്മുടെ ഹീറോയെ വിളിച്ചിട്ട് അവളുടെ ഹോട്ടലിലേക്ക് ചെല്ലാനായിട്ട് ഇങ്ങനെ പറയാണ്. അങ്ങനെ അവൾ പറഞ്ഞതുപോലെ തന്നെ അവളുടെ ഹോട്ടലിലേക്ക് നമ്മുടെ ഹീറോ ചെല്ലുന്നതും അല്ല എന്ത് പറ്റി എന്താ എന്നെ വിളിച്ചേ, ജോണിനെ പറ്റി എന്തോ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞിരുന്നു, എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അല്ല ജോണിനെ പറ്റിയുള്ള ആ ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് ന്യൂസിലൂടെ കണ്ടത്. 6 മാസങ്ങൾക്ക് മുന്നേ ഈ ഒരു ഡയറക്ടർ ജോൺ എന്റെ ഈ ഒരു കടയിലേക്ക് വന്നിരുന്നു. അതല്ലേ ഇവിടെ വന്നിരുന്നിട്ട് ഈ ഒരു പ്രദേശത്തെ ഒരു മാപ്പ് എടുത്ത് കാണിച്ച് അല്ല ഞാൻ ഇവിടെയല്ലേ എന്ന് എന്നോട് ചോദിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഞാൻ ചോദിച്ചിരുന്നു അല്ല ഈ കാര്യങ്ങളെല്ലാം എന്നോട് തന്നെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എന്താണെന്നറിയോ, ഇല്ല 6 മാസങ്ങൾക്ക് മുന്നേ ഞാൻ ഈ ഒരു വഴിയെ നടന്നു പോയിരുന്നു. പക്ഷേ അന്നത്തെ കാര്യം എനിക്ക് ഇപ്പോൾ നല്ല രീതിയിൽ ഓർമ്മയില്ല. അതുകൊണ്ട് വീണ്ടും അതേ വഴിയിൽ തന്നെ നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് നിന്നോട് ചോദിച്ചത് എന്നാണ് അന്ന് ജോൺ എന്നോട് പറഞ്ഞത് എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയോട് ഇപ്പൊ ആ ഒരു റിപ്പോർട്ടർ പെണ്ണ് ഇങ്ങനെ പറയുകയും ചെയ്യും. അപ്പൊ ഇവിടെ നമ്മുടെ ഹീറോ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കും. ഏതോ ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ ജോൺ അവന്റെ വീടുള്ള ആ ഒരു സ്ഥലത്ത് നിന്നും മറ്റേതോ ഒരു സ്ഥലത്തേക്ക് നടന്നു പോയിട്ടുണ്ട്. പക്ഷെ എന്താണ് ആ ഒരു കാര്യമെന്ന് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ മനസ്സിലായിട്ടില്ല. അതേസമയം ഇവിടെ നമ്മുടെ വില്ല് ജോലി ചെയ്തിരുന്ന ആ ഒരു കമ്പനിയിൽ സൂഹി ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് പോയിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ സൂഹിയെ കാണിക്കുമ്പോഴത്തേക്കാണ് 6 മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ വില്ല് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അതേ സമയത്ത് അവനൊരു സുഹൃത്തുണ്ടായിരുന്നു. ആ ഒരു സുഹൃത്തിനെ മാറ്റി നിർത്തിയിട്ട് വില്ലിനെ പറ്റി നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, അവനെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പറയാവോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ഫ്രണ്ട് ആണെങ്കിൽ ഈ ഒരു കമ്പനിയെ പറ്റിയുള്ള കുറ്റങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാല് വലിയ വലിയ MNC കമ്പനികളുണ്ടല്ലോ അതിൽ ഈ സേഫ്റ്റി എന്ന് പറഞ്ഞ കാര്യം നല്ല രീതിയിൽ തന്നെ അവർ കൊണ്ടുപോകും. പക്ഷെ ഈ ഒരു കമ്പനിയിലാണെങ്കിലോ ഒരു വിധത്തിലുള്ള സേഫ്റ്റി സിസ്റ്റവും ഇല്ല. 6 മാസങ്ങൾക്ക് മുന്നേ ഇവിടെ ജോലി ചെയ്തിരുന്ന വില്ലിന് ഒരു മെഷീനിൽ അവന്റെ കാല് വെട്ടിട്ട് ചെറിയ രീതിയിൽ പരിക്ക് പറ്റിയിരുന്നു. പക്ഷെ ഇവിടെ ജോലി ചെയ്തിരുന്ന എല്ലാവരും അങ്ങനെ ഈ ഒരു കമ്പനിയിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റി കഴിഞ്ഞാല് അതിന് ചെലവാകുന്ന എല്ലാ പണവും കമ്പനിയാണ് കൊടുക്കേണ്ടത്. അതുമല്ല 6 മാസങ്ങൾക്ക് മുന്നേ വില്ലിന് ഈ ഒരു അപകടം സംഭവിച്ചിട്ട് ഈ ഒരു കമ്പനിയിൽ നിന്നും ആരും അവനെ ആശുപത്രിയിലേക്ക് പോലും കൊണ്ടുപോയില്ല. അതുമല്ലാതെ ഈ ഒരു കാര്യം വെളിയിൽ ആരും അറിഞ്ഞതുമില്ല. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് വില്ലിന് ഈ ഒരു കമ്പനിയിൽ നിന്നും അവന്റെ ജോലി നിർത്തിലാക്കി അവനെ പറഞ്ഞു വിട്ടത്. എന്തായാലും ഈ ഒരു കമ്പനിയിൽ ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോഴത്തേക്കും ഡയറക്ടറിന് അറിയാതെ ഒരു കാര്യം അവിടെ നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഡയറക്ടറിന് എന്തായാലും ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 6 മാസങ്ങൾക്ക് മുന്നേ വില്ലിന് ഇതേപോലെ ഒരു പരിക്കും പറ്റിയിട്ടുണ്ട്. അവനുള്ള നഷ്ടപരിഹാരം ഇതുപോലും കൊടുത്തിട്ടില്ല. അതുമല്ലാതെ അവനെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞുള്ള 6 മാസം വില്ലിനാണെങ്കിൽ വേറൊരു ജോലിയും കിട്ടിയിട്ടുമില്ല. ഇതെല്ലാം കാരണമായിരിക്കാം വില്ല് ഒരു പക്ഷേ ജോണിനെ കൊല ചെയ്തതും എന്നുള്ള രീതിയിൽ ഈ ഒരു പോലീസുകാരെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തിട്ട് ഈ ഒരു കാര്യമാണെങ്കിൽ അവര് TV മീഡിയയ്ക്ക് കൊടുക്കുന്നതും അവരാണെങ്കിലും ഈ ഒരു കാര്യങ്ങളെല്ലാം വെളിയിൽ പറഞ്ഞ് ആ ഒരു കമ്പനിയെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇങ്ങനെയുള്ള ഒരു കമ്പനിയാണ്, ഇതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് എന്നെല്ലാം TV ന്യൂസിലൂടെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അതും കൂടാതെ നമ്മുടെ ഡയറക്ടറായിട്ടുള്ള ജോണിനെയും ഇവർ വളരെ മോശമായിട്ടാണ് പറയുന്നത്. കാരണം അവൻ ഡയറക്ടറായിരുന്ന ആ ഒരു കമ്പനിയിലെ ജോലിക്കാരെ അവൻ ഒരിക്കലും ബഹുമാനിച്ചിരുന്നില്ല. അവിടെയുള്ള എംപ്ലോയീസിനെ എന്തെങ്കിലും പരിക്ക് പറ്റി കഴിഞ്ഞാലും ആ ഒരു കാര്യം പോലും പുറത്തറിയിക്കാതെ അതെല്ലാം അവർ മറയ്ക്കുമായിരുന്നു. ഇതേപോലെ തന്നെയാണ് വില്ലിന് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം TVയിലൂടെ ഇങ്ങനെ പറയുന്നതും. ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ജോണിന്റെ മകനുണ്ടല്ലോ അവൻ പഠിക്കുന്ന ആ ഒരു സ്കൂളിലെ അവന്റെ സുഹൃത്തുക്കളെല്ലാം മനസ്സിലാക്കിയിട്ട് അവൻ ആ ഒരു വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അവനെയും കളിയാക്കുന്നു. അങ്ങനെ അത് കാണുമ്പോഴത്തേക്കാണ് ആ ഒരു കമ്പനിയിലെ മാനേജർ പറയുന്നത് ഇതിനെല്ലാം കാരണം ഈ കമ്പനിയിലെ ഡയറക്ടറായിട്ടുള്ള ജോൺ. അയാളാണ് കമ്പനിയിൽ നടന്ന ആക്സിഡന്റുകളെല്ലാം മറ്റുള്ളവരെ അറിയിക്കാതെ മറയ്ക്കാനായിട്ട് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് എന്നുള്ള രീതിയിൽ ആ ഒരു മാനേജർ ഇങ്ങനെ പറയുന്നതും ഇതെല്ലാം ജോണിന്റെ മകൻ ഇങ്ങനെ കാണുകയാണ്. അതേസമയം അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഇപ്പോ ആ ഒരു റിപ്പോർട്ടർ ലേഡിയെ കാണാനായിട്ട് ചെല്ലുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഡയറക്ടറായിട്ടുള്ള ജോണിനെ കണ്ട ഒരു സ്ട്രേഞ്ചർ നമ്മുടെ റിപ്പോർട്ടറിനെ വന്ന് കണ്ടിട്ട് അത് പ്രകാരമാണ് നമ്മുടെ ഹീറോയെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അങ്ങനെ ഹീറോ വന്നിട്ട് ആ ഒരു സ്ട്രേഞ്ചറിനോട് ചോദിക്കും അല്ല നിങ്ങൾ എവിടെ വെച്ചാണ് ജോണിനെ കണ്ടത് ചോദിക്കുമ്പോൾ അവൻ ഇവരെ രണ്ടുപേരെയും ഒരു അമ്പലത്തിന് മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് ഈ ഒരു അമ്പലത്തിന് മുന്നിൽ വെച്ചിട്ടാണ് 6 മാസങ്ങൾക്ക് മുന്നേ ഞാൻ ആ ഒരു ജോണിനെ കണ്ടത്.
അന്ന് ഞാൻ അയാളെ കാണുമ്പോൾ പർപ്പിൾ കളറിലെ ഒരു പേപ്പർ ഈ ഒരു അമ്പലത്തിന്റെ മുന്നിൽ വെച്ചിട്ട് എന്തിനാ വേണ്ടി അയാൾ പ്രാർത്ഥിക്കായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഈ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അമ്പലങ്ങളിൽ നേർച്ചയും വഴിപാടൊക്കെ നടത്തുമല്ലോ, ഓരോ സാധനങ്ങളായിട്ട് കൊണ്ടുപോയിട്ട്. അതേപോലെ ജപ്പാനിലെ അമ്പലങ്ങളിലെ പല നിറത്തിലുള്ള കളർ പേപ്പറുകൾ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ അതേപോലെ നമ്മുടെ ജോണും അവിടെ വെച്ച് പ്രാർത്ഥിച്ചു നിൽക്കുന്ന സമയത്ത് ഈ ഒരു സ്ട്രേഞ്ചർ വന്നിട്ട്, അല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രീതി കാണുമ്പോഴത്തേക്കും എന്തൊരു വലിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു, എല്ലാം നല്ലതുപോലെ നടക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും ജോൺ അതിനെ പറ്റിയൊന്നും സംസാരിക്കാതെ എനിക്ക് പോകാനായിട്ട് ഇനിയും കുറച്ച് സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു കാര്യം അത് സ്ട്രേഞ്ചർ പറയുന്നതും ഇനി പോകാനായിട്ട് കുറച്ചുകൂടി സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു കാര്യം നമ്മുടെ ഹീറോ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോണിനെ ആ ഒരു സ്ട്രേഞ്ചർ ഏത് അമ്പലത്തിൽ വെച്ചാണോ കണ്ടത്, അതേപോലെ ജപ്പാനിലെ ഈ പുണ്യ സ്ഥലങ്ങൾ എന്ന് പറയുമല്ലോ, അതേപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിലൊന്നിലാണ് ജോൺ പോയിട്ട് പ്രാർത്ഥിച്ചത്. അതേപോലെ തന്നെ ഇവർ മാപ്പ് എടുത്തിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം എവിടെയാണെന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അതിലൊരു അമ്പലത്തിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ റിപ്പോർട്ടർ ലേഡി നടത്തുന്ന ആ ഒരു ഷോപ്പ് ഉള്ളത്. അവിടെ വന്നിട്ടാണ് അന്ന് ജോൺ ആ ഒരു മാപ്പ് വെച്ചിട്ട് നമ്മുടെ റിപ്പോർട്ടർ ലേഡിയോട് ഈ ഒരു കാര്യങ്ങളെല്ലാം ചോദിച്ചത്. അതുമല്ലാതെ നമ്മുടെ ജോൺ മറ്റൊരു കടയിൽ നിന്ന് ഒരു പൗച്ച് വാങ്ങിയല്ലോ, അതും ഈ ഒരു അമ്പലത്തിന് അടുത്തായിട്ട് തന്നെയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജോൺ ഈ ഒരു 7 അമ്പലങ്ങളിലും പോയിട്ടുണ്ട്. പോകുന്ന വഴിക്കാണ് അവൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവൻ വാങ്ങിയിട്ടും പോയിട്ടുള്ളത്. പക്ഷെ തന്റെ വീട്ടുകാർക്ക് പോലും അറിയാതെ ജോൺ എന്തുകൊണ്ടായിരിക്കണം ഈ ഒരു അമ്പലങ്ങളിലെല്ലാം പോകാൻ കാരണം എന്നുള്ള കാര്യം മാത്രം മനസ്സിലാവാതെ നമ്മുടെ ഹീറോ നേരെ ആശുപത്രിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ആക്സിഡന്റ് ആയി കിടന്ന വില്ലുണ്ടല്ലോ, അവൻ ഇനി അധികം നാളെ ജീവിക്കാൻ കഴിയാതെ അവൻ അവിടെ വെച്ച് മരിക്കാണ്. അങ്ങനെ ഹീറോ ആയാലും കാര്യം അറിഞ്ഞിട്ട് നേരെ ആശുപത്രിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവന്റെ ഗേൾ ഫ്രണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നു, ഇതിനെല്ലാം കാരണം ഞാനാണ് എന്നും പറഞ്ഞിട്ട് അവൾ കരയുന്നതും പെട്ടെന്ന് മയങ്ങി താഴെ വന്ന് വീഴുന്നു. ഡോക്ടറിനെ വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവള് 3 മാസം പ്രഗ്നന്റ് ആണെന്ന് പറയും. അങ്ങനെ നമ്മുടെ ഹീറോ അവളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാന്നുള്ള രീതിയിൽ അവളെ മാറ്റി നിർത്തിയിട്ട്, അല്ല നിന്റെ ഈ ഒരു പ്രഗ്നന്റ് കാരണക്കാരനാരാണെന്ന് ചോദിക്കുമ്പോൾ അതെന്തായാലും വില്ല് തന്നെയാണ്. അപ്പൊ ഹീറോ പറയും, ശരി വില്ല് എന്തായാലും മരിച്ചു, ഇനിയെങ്കിലും നിനക്ക് എന്തെങ്കിലും സത്യം പറയാണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജോണിനെ കുത്തിയത് വില്ലല്ലേ, ആ ഒരു കത്തി അവൻ യൂസ് ചെയ്യുന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവള് പറയും, ഇല്ലല്ലോ ഒരിക്കലും ആ ഒരു കത്തി വില്ലിന്റേതല്ല, കാരണം വില്ല് അങ്ങനെ ഒരു കത്തി യൂസ് ചെയ്യാറില്ല, കാരണം വില്ലിന്റെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അവനെ കാട്ടി നല്ലതുപോലെ എനിക്കറിയാം. അവൻ എന്നാണോ ആക്സിഡന്റ് ആയത് അന്നത്തെ ദിവസം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവനൊരു ഇന്റർവ്യൂവിന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവന്റെ പുതിയ സോക്സ് അവനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സോക്സ് എവിടെയാണെന്ന് പോലും അവന് നല്ലതുപോലെ അറിയത്തില്ല. പക്ഷേ അവന്റെ കാര്യങ്ങളെല്ലാം എവിടെ ഇരിക്കുന്നത് എനിക്കാണ് നല്ലതുപോലെ അറിയാവുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവന്റെ കയ്യിൽ കത്തിയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയാതെ എവിടെ പോകാനാണ്. അവൻ മരിച്ചു പോകാൻ കാരണം ഞാനാണ്. 6 മാസങ്ങൾക്ക് മുന്നേ അവന്റെ ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു ജോലിക്കും പോകാതിരുന്ന അവനെ പണത്തിന്റെ പേരിൽ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി, ഒരുപാട് വഴക്കിട്ടു. അങ്ങനെ ഞാൻ വഴക്കുണ്ടാക്കിയത് കൊണ്ടാണ് അവൻ ഈ ഒരു ജോലിക്ക് തന്നെ പോകാനായിട്ട് തയ്യാറായത്. അന്ന് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ അവനിപ്പോ ആ ഒരു ജോലിക്കും പോവില്ലായിരുന്നു, അവൻ ഇങ്ങനെ ഒരു മരണവും സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇതിനെല്ലാം കാരണക്കാരി ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗേൾ ഫ്രണ്ട് നല്ല രീതിയിൽ കരയാൻ തുടങ്ങും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിയുന്നതും ജോൺ മരിച്ച അന്നത്തെ ദിവസം ഒരു ഇന്റർവ്യൂവിന് പോകണമെന്നുള്ള രീതിയിൽ വില്ല് പോയിരുന്നു. ഒരുപക്ഷെ അത് ജോണിനെ കാണാനായിരിക്കാം പോയത്. അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം കണ്ടതിന് ശേഷം രണ്ടുപേരും തമ്മിൽ എന്തോ വഴക്കായിട്ട് അവസാനം വില്ല ആ ഒരു ദേഷ്യം കാരണം ജോണിനെ കൊന്നതായിരിക്കാം എന്ന് സുപ്പീരിയർമാരെല്ലാം ഒരു നിഗമനത്തിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് എന്തോ ഒരു കാര്യം പറയണമെന്നുണ്ട്. പക്ഷെ അത് ഡയറക്റ്റ് ആയിട്ട് പറയാതെ നമ്മുടെ സൂഹിയോട് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ആ ഒരു കാര്യം ഇങ്ങനെ പറയുകയാണ്. അപ്പൊ നമ്മുടെ സൂഹി എഴുന്നേറ്റിട്ട് എന്താണ് പറയുന്നതെന്ന് വെച്ചാല്, സാർ എന്തുകൊണ്ടാണ് വില്ലി അന്ന് ജോണിനെ കാണാൻ തന്നെ പോയതാണെന്ന് നിങ്ങൾ ഉറപ്പിച്ച് പറയുന്നത്? ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഷോപ്പിന് വെളിയിലെ ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് അവൻ കണ്ടിരിക്കാം. അത് കണ്ടിട്ട് അടുത്ത ദിവസം തന്നെ ആ ഒരു കടയിൽ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അവന്റെ പുതിയ സോക്സ് വിട്ടിട്ട് അവൻ ജോലിക്ക് പോയതാണെങ്കിലോ എന്നുള്ള കാര്യം നമ്മുടെ ഡിറ്റക്റ്റീവ് സൂഹി ഇവരോട് പറയുമ്പോഴത്തേക്ക് അവർ പറയും, ഓക്കെ അങ്ങനെ ആയിരിക്കാം, എന്തായാലും അതിനെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവരെ വെളിയിലേക്ക് പറഞ്ഞു വിടുമ്പോഴത്തേക്കും അടുത്തായിട്ട് നമ്മുടെ ജോൺ ഈ 7 അമ്പലങ്ങളിലായിട്ട് ഇങ്ങനെ പോയെന്ന് പറഞ്ഞല്ലോ, ആ ഒരു കാര്യത്തെ പറ്റി നമ്മുടെ സൂഹിയോട് പറഞ്ഞിട്ട്, ഓക്കെ നീ പാതി അമ്പലങ്ങളിലേക്ക് പോ, ഞാൻ പാതി അമ്പലങ്ങളിൽ പോവാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പാതി അമ്പലങ്ങളിലായിട്ട് ഇങ്ങനെ പോയി അന്വേഷിക്കുകയാണ് നമ്മുടെ ജോൺ അവിടെ വന്നിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ജോൺ എല്ലാ മാസത്തിലും ഓരോ ദിവസം വെച്ചിട്ട് ഓരോ അമ്പലങ്ങളിലായിട്ട് നമ്മുടെ ജോൺ പോയിട്ടുണ്ട്. അതുമല്ല പോകുന്ന എല്ലാ അമ്പലങ്ങളിലും ഓരോരോ കളർ പേപ്പർ വെച്ചിട്ട് അവന്റെ ആവശ്യത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇവർ മനസ്സിലാകും. അങ്ങനെ നമ്മുടെ ജോൺ ഓരോ അമ്പലങ്ങളിലും വെക്കുന്ന കളർ പേപ്പറുകൾ ഏതാണെന്നെല്ലാം അവിടുത്തെ പൂജാരിയോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവൻ അത് ഏത് ഷോപ്പിൽ നിന്നായിരിക്കും വാങ്ങിയത് എന്നുള്ള രീതിയിൽ ആ ഒരു പേപ്പറുകളെല്ലാം വിൽക്കുന്ന ഷോപ്പുകളിലേക്ക് പോയിട്ട് നമ്മുടെ ജോണിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇങ്ങനെ ഒരാൾ ഇവിടേക്ക് വന്നിട്ട് ഈ ഒരു പേപ്പറുകൾ വാങ്ങിയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നതും, അതേ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരാൾ വന്നിട്ട് എല്ലാ മാസവും ഇവിടെ നിന്നും കളർ പേപ്പറുകൾ വാങ്ങാറുണ്ട് എന്നൊരു കടയിൽ ഇങ്ങനെ പറയുന്നത് മറ്റൊരു കടയിൽ പോയി ചോദിക്കുമ്പോൾ ആ ഒരു കടയിലെ ലേഡി ജോണിന്റെ ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടില്ല, പക്ഷെ അവർ പറയുന്ന മറ്റൊരു കാര്യമാണ് ഇവിടെ മറ്റൊരു ടെസ്റ്റ് തരാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാല് നമ്മുടെ വില്ലിന്റെ ഫോട്ടോ ഉണ്ടല്ലോ, അത് ഹീറോയുടെ കയ്യിലിരിക്കുന്ന കാണുന്നതും ആ ഒരു ലേഡി പെട്ടെന്ന് അത് വാങ്ങിയിട്ട് അവനെ അറിയാവുന്നത് പോലെ എന്തോ ഒരു കാര്യം നമ്മുടെ ഹീറോയോട് ഇങ്ങനെ പറയാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് എന്താണെന്ന് ഇപ്പൊ നമുക്ക് കാണിച്ചു തരുന്നില്ല. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ ഹീറോ അടുത്തതായിട്ട് നേരെ പോകുന്ന എങ്ങോട്ടാണെന്ന് വെച്ചാൽ ജോണിന്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്നിട്ട് ജോൺ ഇതേപോലെ 7 അമ്പലങ്ങളിൽ പോകുന്ന കാര്യമൊന്നും പറയുന്നില്ല, അല്ലാതെ നിങ്ങളുടെ ഭർത്താവിനെ
മതപരമായിട്ട് എന്തെങ്കിലും വിശ്വാസമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നത്. ജോണിന്റെ മകനാണെങ്കിൽ അത്രയും ദേഷ്യം. എന്താണെന്ന് വെച്ചാൽ അവന്റെ അച്ഛൻ ഇതേപോലെ കമ്പനിയിൽ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തല്ലോ. ആ ഒരു കാര്യം വെച്ചിട്ട് ഇവനെല്ലാവരും കളിയാക്കുകയും ചെയ്യുന്നു. ആ ഒരു ദേഷ്യം അവൻ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ അവൻ എഴുന്നേറ്റിട്ട് പറയും, എന്റെ അച്ഛൻ ചെയ്ത തെറ്റിന് അവന് ശരിയായിട്ടുള്ള ശിക്ഷയാണ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ മരിച്ചത് നല്ല കാര്യം തന്നെയാണെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ മരിച്ചത് നല്ല കാര്യം തന്നെയാണ് എന്നുള്ള രീതിയിൽ അവൻ ഇങ്ങനെ ദേഷിച്ച് പറയുന്നതും നമ്മുടെ സൂഹി അവന്റെ അടുത്തേക്ക് ചെന്നിട്ട്, നീ എന്തൊക്കെയാ പറയുന്നത്? നിന്റെ അച്ഛൻ ജോൺ എവിടെയാണ് മരിച്ചു കിടന്നതെന്നറിയോ? ഗ്രിഫോൺ എന്ന് പറഞ്ഞ ആ ഒരു പ്രതിമയുടെ മുന്നിൽ വിങ്സ് ഓഫ് ഗ്രിഫോൺ എന്ന് പറഞ്ഞാല് എന്താണെന്ന് നിനക്കറിയോ എന്നിങ്ങനെ ചോദിക്കുന്നതും അവൻ ഇവരോട് മറുപടി ഒന്നും പറയാതെ നേരെ റൂമിലേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ അവൻ പോയത് നമ്മുടെ ഹീറോ ജോണിന്റെ ഭാര്യയോട് ചോദിക്കും, അല്ല നിങ്ങളുടെ മകൻ എന്തുകൊണ്ടാണ് എപ്പോഴും അവന്റെ അച്ഛനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇത്ര ദേഷ്യപ്പെടുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും, ആ ഒരു സംഭവം നടന്നിട്ട് ഏകദേശം 3 വർഷമായി. എന്റെ ഭർത്താവ് ജോൺ ആണെങ്കിൽ നമ്മുടെ മകനെ സ്വിമ്മിംഗ് പഠിപ്പിക്കണമെന്നും അതിൽ അവനെ വിജയിപ്പിക്കണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. അതനുസരിച്ച് അവനൊരു സ്വിമ്മിംഗ് ക്ലാസ്സിലേക്ക് കൊണ്ടുവിടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോ ഒരു മത്സരത്തിന് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരു സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് അതിനുശേഷം അവൻ ഒരിക്കലും സ്വിമ്മിംഗ് പഠിക്കാൻ പോകത്തില്ല എന്നുള്ള രീതിയിൽ ആ പഠനം തന്നെ നിർത്തലാക്കി. അന്ന് മുതൽ തുടങ്ങിയതാണ് അച്ഛനും മകനായിട്ടുള്ള ഈ ഒരു വഴക്ക്. ഇതുവരെ അത് അവസാനിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ ഹീറോ പറയും, അല്ല എന്തുകൊണ്ടാണ് അവൻ സ്വിമ്മിംഗ് ക്ലാസ് നിർത്തിയത്? അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, പക്ഷെ എന്റെ മകൻ സ്വിമ്മിംഗ് ക്ലബ്ബിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഒരു ദിവസം രാത്രി ഒരു ജൂനിയർ പയ്യൻ സ്വിമ്മിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നെന്നും പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് അവിടേക്ക് പോയിട്ട് അവസാനം വെള്ളത്തിനടിയിൽ മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുമായിരുന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ ഒരു പയ്യൻ മരിച്ചില്ല. ആ ഒരു സംഭവം നടന്നതിന് ശേഷമാണ് ഇവൻ സ്വിമ്മിംഗ് ക്ലാസ്സിന് പോകുന്നതിനെ നിർത്തലാക്കിയത്. എന്നാൽ ആ ഒരു അമ്മയ്ക്ക് മനസ്സിലായ കാര്യം ഹീറോയോട് പറയുന്നതും ഇവിടെ മുകളിൽ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജോണിന്റെ മകനുണ്ടല്ലോ, അവൻ നേരെ റൂമിലേക്ക് ചെന്നിട്ട് വിങ്സ് ഓഫ് ദ ഗ്രിഫോൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം എന്താണെന്ന് സെർച്ച് ചെയ്തിങ്ങനെ നോക്കാണ്. അപ്പോഴേക്കാണ് അവന് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. ഈ ഒരു വാക്കിനും അതേപോലെ ജോൺ ആ ഒരു അമ്പലങ്ങളിൽ പോകുമല്ലോ, ആ ഒരു കാര്യം തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അവനിങ്ങനെ മനസ്സിലാവും. അങ്ങനെ ഈ ഒരു കാര്യം അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കും ജോൺ മരിച്ചു കിടന്ന ആ ഒരു സ്ഥലത്ത് അതിന് ചുറ്റുമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ ആളെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ നോട്ടീസ് വല്ലതും ഒട്ടിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം തിരക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ ആളിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. അതുമല്ലാതെ വില്ലാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് ജോലി അന്വേഷിച്ച് ചെന്നിട്ടുമുണ്ട്. അന്നത്തെ ദിവസം അവിടെ മാനേജർ ഇല്ലാത്തത് കൊണ്ട് അടുത്ത ദിവസം ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വരാൻ പറഞ്ഞ് വില്ലിനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അതേപോലെ തന്നെ ആ ഒരു കടയ്ക്കുള്ളിൽ ഷൂ ഇട്ടിട്ട് കയറാൻ കഴിയത്തില്ല, സോക്സ് മാത്രമേ ധരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ആ ഒരു സ്ഥലത്ത് ജോലിക്ക് വരാൻ വേണ്ടിയിട്ടാണ് അടുത്ത ദിവസം ഇന്റർവ്യൂവിനായിട്ട് വീട്ടിൽ നിന്നും പുതിയ സോക്സ് കണ്ടുപിടിച്ച് അവൻ ഇട്ടുകൊണ്ട് പോയിട്ടുള്ളത്. അതുമല്ല ഇന്റർവ്യൂവിന് ചെന്ന ആ ഒരു സ്ഥലത്താണെങ്കിൽ ഇന്റർവ്യൂവിൽ അവനെ സെലക്ട് ചെയ്തില്ല, അവന് ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുകയും ചെയ്തു. അപ്പോൾ വില്ല് ജോലിക്ക് പോയത് ഒരു ഫർണിച്ചർ കടയ്ക്കാണ്. അവിടെ ഫർണിച്ചർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ കത്തിയിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കാം. അതിന് വേണ്ടിയിട്ടാണ് അവൻ ഒരു കത്തിയുമായിട്ട് നേരെ അവിടേക്ക് പോയത്. ജോലി കിട്ടാതെ ആ ഒരു ദേഷ്യത്തിൽ ആ ഒരു കത്തിയും കൊണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ആ ഒരു വഴിയെ നടന്നുപോയ ജോണിനെ അവൻ കണ്ടിരിക്കാം. ഇവൻ കാരണമാണ് 6 മാസമായിട്ട് തന്റെ ജോലി നഷ്ടപ്പെട്ട് ജോലി ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഇവനെ കൊല്ലാം എന്നുള്ള രീതിയിൽ ജോണിനോട് എന്തെങ്കിലും സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ ഒരു കോഫി ഷോപ്പിലേക്ക് പോയിരിക്കാം. അങ്ങനെ അവിടെ പോയി സംസാരിക്കുമ്പോൾ 6 മാസങ്ങൾക്ക് മുന്നേ എനിക്ക് പറ്റിയ ആ ഒരു കാര്യം, അതിനായിട്ടുള്ള നഷ്ടപരിഹാരം നീ തന്നിട്ടില്ല, ആ ഒരു കാര്യം വെളിയിൽ നീ പറഞ്ഞിട്ടില്ല, ഇനി എനിക്ക് ജോലി തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഞാൻ പുറത്ത് പറയും എന്നുള്ള രീതിയിൽ വില്ല് ഒരു പക്ഷേ ജോണിനെ ഭീഷണിപ്പെടുത്തിയിരിക്കാം. അതിന് സമ്മതിക്കാത്ത ജോണിനെ വില്ല് അവിടെ വെച്ച് കൊല്ലുകയും ചെയ്തു. ഈ ഒരു രീതിയിലായിരിക്കാം അന്ന് കാര്യങ്ങളെല്ലാം സംഭവിച്ചത് എന്ന് സുപ്പീരിയേഴ്സ് എല്ലാം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും സത്യത്തിൽ ഇങ്ങനെയാണോ സംഭവിച്ചതെന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല. ആ ഒരു സംശയം നമ്മുടെ ഹീറോയ്ക്ക്. അതുകൊണ്ട് ഇതിന്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഹീറോ സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു കേസ് അന്വേഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജോൺ മരിച്ചു കിടന്ന ആ ഒരു സ്ഥലത്തേക്ക് ഹീറോ രാത്രിയിൽ ഇങ്ങനെ പോകുന്നതും ആ ഒരു വഴിയെ നടന്നു വന്ന വില്ലിന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, അവളെ ഇങ്ങനെ കാണും. അങ്ങനെ അവിടെ വെച്ച് കാണുന്നതും ഇവർ രണ്ടുപേരും വില്ലിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഗേൾ ഫ്രണ്ട് ഇവരുടെ ജീവിതത്തിൽ നടന്ന മറ്റൊരു കാര്യത്തെ പറ്റി ഇങ്ങനെ പറയുന്നത്. 3 വർഷങ്ങൾക്ക് മുന്നേ ഇവർ രണ്ടുപേരും ടോക്കിയോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു നഗരത്തിലല്ല ഉണ്ടായിരുന്നത്, മറ്റൊരു സ്ഥലത്തായിരുന്നു. അവിടെ നിന്നും ഇവർ രണ്ടുപേരും ഈ ഒരു ടോക്കിയോ എന്ന് പറഞ്ഞ നഗരത്തിലേക്ക് പുതുതായിട്ട് വരികയായിരുന്നു. അതുമല്ല ഇവര് രണ്ടുപേരും ആദ്യമായിട്ട് ഈ ഒരു നഗരത്തിലേക്ക് വന്നിറങ്ങുന്നത് ഗ്രിഫോൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡ്രാഗൺ ശില്പം ഉണ്ടല്ലോ അതിന് മുന്നിലായിട്ടാണ്. അപ്പോൾ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും ആദ്യമായിട്ട് വന്ന് ഇറങ്ങുന്നത് തന്നെ ആ ഒരു ശില്പത്തിന്റെ മുന്നിലായിട്ടെന്നുള്ള രീതിയിൽ രണ്ടുപേർക്കും നല്ല രീതിയിൽ സന്തോഷമുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയോട് പറയുമ്പോഴത്തേക്കും ഹീറോ പറയും, നിങ്ങൾ 3 വർഷത്തിന് മുന്നേ ആദ്യമായിട്ട് ഈ ഒരു ശില്പത്തിന്റെ മുന്നിലായിട്ടാണ് വന്നിറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇത് നിങ്ങളുടെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പ്ലേസ് ആയിരിക്കണം. അല്ല അന്ന് നിങ്ങൾ വന്ന ആ ഒരു ഡേറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്ക് നല്ല രീതിയിൽ ഓർമ്മയില്ല, ആ ഒരു ഡേറ്റ് ഞങ്ങൾ അങ്ങനെ ആഘോഷിക്കാറില്ല എന്ന് ആ ഒരു ഗേൾ ഫ്രണ്ട് ഇങ്ങനെ പറയുമ്പോൾ, ഒരുപക്ഷെ എന്റെ ഡയറി നോക്കി കഴിഞ്ഞാല് ആ ഒരു ഡേറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്, അത് കണ്ടു കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഇതായാലും നിങ്ങളെ അറിയിക്കാം എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങനെ സംസാരിച്ച് ഗ്രിഫോൺ പ്രതിമയുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ആ ഒരു പ്രതിമയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ആ ഒരു പ്രതിമയെ പറ്റി ഇങ്ങനെ പറയുന്നത്. ഗ്രിഫോൺ എന്ന് പറഞ്ഞാൽ ഐതിഹ്യങ്ങളിൽ പറയുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ്, അതിന് പറക്കാൻ കഴിയത്തില്ല, പക്ഷെ ചിറകുകളുണ്ട്. അതുപോലെ ഈ ഒരു പ്രതിമ ഇവിടെ വെച്ചതിനുള്ള ആ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാല് ഈ ഒരു പ്രതിമയുടെ മുന്നിൽ നിന്നും ജപ്പാനിലെ ഏതൊരു സ്ഥലത്തേക്കും പോവാം, എല്ലാത്തിനുള്ള വഴി സ്റ്റാർട്ട് ആവുന്നത് ഇവിടെ നിന്നാണ്. എന്നെ കൊണ്ട് പറക്കാൻ കഴിയത്തില്ല, പക്ഷെ നിങ്ങളെ കൊണ്ട്
കൊണ്ടത് കഴിയും, നിങ്ങൾ പറക്കണം എന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രതിമ ഇവിടെ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇതെല്ലാം ഒരു ഗേൾ ഫ്രണ്ടിന് പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ ഹീറോ അങ്ങനെ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അവിടെയുള്ള ആ ഒരു പ്രതിമയുടെ താഴെ ജോണിന്റെ മകൻ വന്നിങ്ങനെ നിൽക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രതിമയുടെ താഴെയാണ് ജോൺ വീണ് മരിച്ചത്. അപ്പോൾ ഹീറോ പെട്ടെന്ന് അവനെ കാണുന്നതും അല്ല നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പെട്ടെന്ന് പോവാണ്. അങ്ങനെ അവൻ ഇവിടെ എന്തുകൊണ്ടായിരിക്കാൻ വന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോയ്ക്ക് ഒരു സംശയം തോന്നുന്നതും നമ്മുടെ സൂഹിയെ വിളിച്ചിട്ട് ഇതേപോലെ അവൻ ഈ ഒരു പാലത്തിന് അടിയിലോട്ട് പോയിട്ടുണ്ട്, അവൻ എന്തായാലും ഫോളോ ചെയ്യുന്നതും പറഞ്ഞിട്ട് നമ്മുടെ സൂഹിയോട് പറയുന്നതും സൂഹിയാണെങ്കിൽ അവനെ ഫോളോ ചെയ്യാണ്. അങ്ങനെ നമ്മുടെ സൂഹിയാണെങ്കിൽ അവനെ ഫോളോ ചെയ്ത് പോകുന്ന അതേ സമയത്ത് ഒരു സീനില് കമ്പനിയിൽ നടക്കുന്ന എല്ലാ തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്കും കാരണക്കാരൻ ഡയറക്ടർ ജോൺ ആണെന്നുള്ള കാര്യം ആ ഒരു കമ്പനിയിലെ മാനേജർ ടിവിയിലൂടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ. ആ ഒരു മാനേജറിനെ നമ്മുടെ ജോണിന്റെ മകൻ കണ്ടിട്ട് അവനെ കാണുന്നത് മൂക്കിന് നോക്കി ഒരു ഇടി അടിച്ചിട്ട് ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛനെ പറ്റിയാണോ നീ ഇങ്ങനെയല്ല മോശമായിട്ട് പറയുന്നത്, എന്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരാളല്ല എന്നും പറഞ്ഞിട്ട് അവനെ ഇങ്ങനെ അടിക്കുന്നതും നമ്മുടെ ഡിറ്റക്റ്റീവ് സൂഹി ഓടി വന്നിട്ട് അവനെ അങ്ങ് പിടിക്കുകയും ചെയ്യും. എന്നിട്ട് ജോണിന്റെ മകൻ ജോണിനെ പറ്റി പറഞ്ഞ ആ ഒരു കാര്യം നമ്മുടെ ഹീറോയോട് വന്ന് പറയുന്നതും ഇതിനു മുന്നേ അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോയ സമയത്ത് അവന്റെ അച്ഛൻ ചെയ്ത ആ ഒരു തെറ്റിന് ഇതേപോലെ ശിക്ഷ അനുഭവിക്കണമെന്ന് പറഞ്ഞ പയ്യൻ ഇപ്പോ ഈ ഒരു രീതിയിൽ തന്റെ അച്ഛനെ പറ്റി മാറ്റി പറയാൻ എന്താണ് കാരണം? ഒറ്റ ദിവസം കൊണ്ട് തന്റെ അച്ഛനോട് സ്നേഹം തോന്നാൻ എന്തായിരിക്കും കാരണം? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒറ്റ രാത്രി കൊണ്ട് ജോണിന്റെ മകന് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവൻ എന്തോ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഗസ് ചെയ്ത നമ്മുടെ ഹീറോ അതിനുശേഷം നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ട് കൊല നടന്ന ആ ഒരു രാത്രിയാണല്ലോ അന്ന് രാത്രി വില്ലൻ ജോണും ഒരു കോഫി ഷോപ്പിൽ മീറ്റ് ചെയ്തതായിട്ട് ഇവരെല്ലാവരും ഊഹിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ആ ഒരു സമയത്ത് ഈ ഒരു പാലത്തിന്റെ മുകളിലെ പ്രതിമയുടെ താഴെ നോക്കുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ വില്ലിരിപ്പുണ്ട്. അതുമല്ല ഇതിനു മുന്നേ നമ്മുടെ ഹീറോ ഇത് ചെക്ക് ചെയ്യാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവന്റെ ഗേൾഫ്രണ്ട് തന്നെ നിന്നാണ് പറഞ്ഞത് ഈ ഒരു സ്ഥലം അവർക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണെന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ വന്ന് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വില്ലൻ ജോണും തമ്മിൽ ആ ഒരു സമയത്ത് കോഫി ഷോപ്പിൽ കണ്ടുമുട്ടിയിട്ടില്ല. കാരണം ആ ഒരു സമയത്ത് അവൻ ആ ഒരു പ്രതിമയുടെ താഴെയായിരുന്നു. അതിനുശേഷം ഇവര് രണ്ടുപേരും നേരെ വീണ്ടും ആ ഒരു പ്രതിമയുടെ അടുത്തേക്ക് വന്നിട്ട് എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ജോണിന്റെ മകൻ അവന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഈ ഒരു പ്രതിമയുടെ താഴെ വന്നത്? അങ്ങനെയാണെങ്കിൽ ജോൺ മരിക്കുന്നതിന് മുന്നേ തന്റെ മകന് വേണ്ടിയിട്ട് എന്തോ ഒരു മെസ്സേജ് ഇവിടെ വിട്ടിട്ട് പോയിട്ടുണ്ട്. ആ ഒരു കാര്യം ജോണിന്റെ മകൻ അറിഞ്ഞതുകൊണ്ടാണ് വീണ്ടും അവൻ ഈ ഒരു പ്രതിമയുടെ താഴേക്ക് വന്നത് എന്നൊരു കാര്യം മനസ്സിലാക്കിയിട്ട് അടുത്തായിട്ട് സ്വിമ്മിംഗ് കോച്ചിനെ കാണാനായിട്ട് ഇവര് രണ്ടുപേരും പോവാണ്. അങ്ങനെ ആ ഒരു കോച്ചിനടുത്തേക്ക് ചെന്നിട്ടാണ് അയാളോട് ചോദിക്കുന്നത് 3 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു പയ്യന് എന്തോ ഒരു അപകടം സംഭവിച്ചെന്ന് പറഞ്ഞല്ലോ, അതിനെപ്പറ്റി പറയാനായിട്ട് ഇങ്ങനെ പറയുന്നത്. 3 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടന്നിരുന്നു. കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഇവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു. അത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടേക്ക് തിരിച്ചു വരുന്ന സമയത്താണ് പൂളിനടുത്തേക്ക് നോക്കുമ്പോഴത്തേക്കും പൂളിനുള്ളിൽ ഒരു പയ്യൻ ഇങ്ങനെ കിടക്കുന്നത് കണ്ടത്. അങ്ങനെ ഞാനാണ് അന്നവനെ അവിടെ നിന്ന് രക്ഷിച്ചത് എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയോട് ഇങ്ങനെ പറയുന്നതും ആ ഒരു കോച്ച് നമ്മുടെ ഹീറോയോട് ചോദിക്കും, അല്ല ജോണിനെ കൊന്ന വില്ലെന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ മരിച്ചുപോയല്ലോ, പിന്നെ എന്തിനാണ് ഈ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വീണ്ടും ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി, കൂടുതൽ ഇങ്ങോട്ട് ചോദിക്കണ്ട എന്ന് നമ്മുടെ ഹീറോ പറയുന്നതും അടുത്തത് കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു മാനേജറിനെ ഇടിച്ചതുകൊണ്ട് ജോണിന്റെ മകനെ ഒരു രാത്രി മുഴുവൻ സ്റ്റേഷനിൽ വെച്ചിരിക്കുകയായിരുന്നു. അവനിപ്പോ രാവിലെ റിലീസ് ചെയ്യുന്നതും നമ്മുടെ ഹീറോ അവന്റെ മുന്നിലേക്ക് വന്നിട്ട് ഇന്നലെ ഒരാളെ നല്ല ഇതിൽ ഇടിച്ചിട്ട് ഒരു രാത്രി മാത്രം സ്റ്റേഷനിലിരുന്ന് ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ വെളിയിലേക്ക് പോകുന്നു എന്നെല്ലാം പറഞ്ഞ് അവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറയുന്നത്. അവൻ പറയും എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് നടന്നു പോകുന്നതും ഹീറോ പെട്ടെന്ന് വീണ്ടും അവനെ വിളിച്ചു നിർത്തിയിട്ട് 3 വർഷങ്ങൾക്ക് മുന്നേ ജോൺ ഒരു അമ്പലങ്ങളിൽ പോയ ആ ഒരു കാര്യവും അതേപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അവിടെ കളർ പേപ്പറുകൾ വെച്ച കാര്യവും ഇവരുടെ ആ ഒരു സ്വിമ്മിംഗ് ക്ലബിലെ ഒരു ജൂനിയർ പയ്യന് അപകടം സംഭവിച്ചല്ലോ ആ ഒരു കാര്യവും ഒരുമിച്ച് പറഞ്ഞ് നമ്മുടെ ഹീറോ മറ്റൊരു കാര്യം കൂടി ഇങ്ങനെ പറയാണ്. ജോൺ പോയ ഏതോ ഒരു അമ്പലത്തിന്റെ പേരും പറഞ്ഞിട്ട് അവിടെ ഒരു പ്രത്യേക കളറിലാണ് പേപ്പർ വെക്കുന്നത്. അങ്ങനെ ആ ഒരു അമ്പലത്തില് ഈ ഒരു കളറിൽ പേപ്പർ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ട് ഒന്നുകിൽ പ്രഗ്നന്റ് ആവുന്നതിന് വേണ്ടിയിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയ ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതിനെപ്പറ്റി നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് അവനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൻ അപ്പോഴും പറയും എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് നേരത്തെ തന്നെ പറഞ്ഞില്ലേ എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നതും ഈ ജോണിന്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന വില്ലിന്റെ ഒരു സുഹൃത്തുണ്ടല്ലോ അവനെയാണെങ്കിൽ നമ്മുടെ സൂഹി പോയി കണ്ടിരുന്നു. അവൻ ഇപ്പോ പെട്ടെന്ന് ഈ ഒരു സ്റ്റേഷനിലേക്ക് വരുന്നു. അപ്പൊ അവനെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മുടെ സൂഹി ചോദിക്കുന്നത്, അല്ല നീ എന്തിനാ ഇപ്പൊ ഈ ഒരു സ്റ്റേഷനിലേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അന്ന് നിങ്ങൾ എന്നെ കമ്പനിയിൽ കാണാൻ വന്ന ആ ഒരു സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഈ ഒരു കമ്പനിയിൽ ഒരുപാട് തെറ്റുകൾ നടക്കുന്നുണ്ടെന്ന്. അതിനുശേഷമാണ് ഞാൻ കണ്ടത് TV ന്യൂസുകളിലെല്ലാം ഡയറക്ടറായിട്ടുള്ള ജോണിനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. പക്ഷെ എന്താണെന്നറിയോ, അന്ന് വില്യൻ ആക്സിഡന്റ് ആയ ആ ഒരു കാര്യം ജോണിന് ഒരിക്കലും അറിയത്തില്ല. അതുമല്ല അവിടെയുള്ള മാനേജറില്ലേ അയാളാണ് എന്നോട് ഡയറക്ടറായിട്ടുള്ള ജോണിനോട് ഈ ഒരു കാര്യം ഒരിക്കലും പറയരുതെന്ന്. പക്ഷേ TV ന്യൂസിലെല്ലാം ഡയറക്ടർ ജോണിനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. സത്യത്തിൽ ഡയറക്ടർ ജോണ് വളരെ നല്ലൊരു മനുഷ്യനാണ്. ഈ ഒരു സത്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്നുള്ള കാര്യം നമ്മുടെ ജോൺ സത്യം പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യനാണെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇവിടേക്ക് വന്നതെന്നുള്ള കാര്യം നമ്മുടെ ഡിറ്റക്റ്റീവ് സൂഹിയോട് പറയുന്നതും സൂഹി പറയും ശരി നീ എന്തായാലും ഇവിടെ നിന്ന് തിരിച്ചു പോയിക്കോ, ഞങ്ങളുടെ ഈ ഒരു കേസ് അന്വേഷണത്തിന്റെ അവസാനം എല്ലാ സത്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയും സൂഹിയും പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ 3 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു സ്വിമ്മിംഗ് ക്ലബിൽ ഒരു പയ്യൻ ആക്സിഡന്റ് സംഭവിച്ചല്ലോ അവനെ കാണാനായിട്ടാണ് പോകുന്നത്.
സത്യം പറഞ്ഞാൽ അന്നത്തെ ആ ഒരു ആക്സിഡന്റിന് ശേഷം അവന് സംസാരിക്കാൻ കഴിയത്തില്ല, ശരീരമാണ് നടക്കാൻ പോലും കഴിയത്തില്ല. അങ്ങനെ വീൽ ചെയറിൽ തന്നെയാണ് അവന്റെ ജീവിതകാലം മുഴുവൻ അവൻ കഴിയുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹീറോയോടും ഡിറ്റക്റ്റീവിനോടും ആ ഒരു പയ്യന്റെ അമ്മ ഇങ്ങനെ പറയുന്നത്. അല്ല, അന്ന് സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇവർ ആ ഒരു അമ്മയോട് ചോദിക്കുമ്പോഴത്തേക്കാണ്, എന്റെ മകൻ പോയിരുന്ന ആ ഒരു സ്വിമ്മിംഗ് ക്ലബ്ബിൽ അവനോടൊപ്പം തന്നെ 3 സീനിയർ ആയിട്ടുള്ള പയ്യന്മാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സീനിയേഴ്സിനോട് നല്ല രീതിയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് അവർ സീനിയേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താലേ അവനും ജയിക്കാൻ കഴിയത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം രാത്രി ആരോടും പറയാതെ അവൻ ആ ഒരു സ്വിമ്മിംഗ് ക്ലബ്ബിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോയിരുന്നു. അങ്ങനെ പോയതിനു ശേഷമാണ് അവൻ ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഈ ഒരു അവസ്ഥയിൽ അവൻ മാറിയത് എന്നുള്ള കാര്യം ആ ഒരു അമ്മ ഇങ്ങനെ പറഞ്ഞ് കരയുന്നതും ഹീറോ പറയും, ഒക്കെ ശരി, അതിൽ എന്തായാലും കഴിഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈ ഒരാളെ അറിയോ എന്ന് പറഞ്ഞ് ജോണിന്റെ ഫോട്ടോ അങ്ങനെ എടുത്ത് അവരെ കാണിക്കുന്നതും നമ്മുടെ ജോണിന്റെ പേര് അവർ അമ്മയോട് പറയുന്നുണ്ട്. പക്ഷെ ജോൺ ആരാണെന്നുള്ള കാര്യം ആ ഒരു അമ്മയ്ക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ജോൺ പോകുന്ന ആ ഒരു അമ്പലങ്ങളുണ്ടല്ലോ, അതിലൊരു അമ്പലത്തിന്റെ പേരും അതേപോലെ തന്നെ ആ ഒരു അമ്പലത്തിൽ വെക്കുന്ന ഒരു കളർ പേപ്പറും അതിനെ പറ്റിയല്ല ആ ഒരു അമ്മയോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ആ ഒരു അമ്മ പെട്ടെന്ന് പറയും, അല്ല, നിങ്ങൾ ഈ ഒരു സ്ത്രീയെ പറ്റിയാണോ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ത്രീയുടെ പേര് ആ ഒരു അമ്മ ഇങ്ങനെ പറയാണ്. എന്നിട്ട് അവരുടെ മകൻ യൂസ് ചെയ്തിരുന്ന ഒരു ലാപ്ടോപ്പ് അങ്ങനെ എടുത്ത് കാണിച്ചിട്ട്, ഇത് എന്റെ മകന്റെ ഒരു വ്ലോഗാണ്. ഈ വ്ലോഗിൽ 1 വർഷത്തിന് മുന്നേ ഒരു സ്ത്രീയുടെ ഐഡിയിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിരുന്നു. എന്റെ മകൻ ഈ ഒരു അവസ്ഥയിലാണെന്നുള്ള കാര്യം ഞാൻ ഈ ഒരു വ്ലോഗിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതനുസരിച്ചാണ് ആ ഒരു സ്ത്രീയുടെ ഐഡിയിൽ നിന്നും ഒരു മെസ്സേജ് ഇതിലേക്ക് വന്നത്. അങ്ങനെ ആ ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാല്, നിങ്ങളുടെ മകൻ ഈ സുഖമാവാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ മാസവും ഓരോ അമ്പലങ്ങളിൽ പോയിട്ട് ഇതേപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ മകന്റെ അസുഖം എത്രയും പെട്ടെന്ന് ശരിയാവും, അവൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അതിനു വേണ്ടിയിട്ട് ഇതേപോലെ 7 പുണ്യ സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ട് ആ ഓരോ അമ്പലങ്ങളിലും ഇതേപോലെ ഓരോ കളർ പേപ്പറുകൾ വെച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് എന്നുള്ള കാര്യം ഇവരോട് പറഞ്ഞ് അതിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ലേഡിയുടെ പ്രൊഫൈലിലുള്ള ഒരു കവർ ഫോട്ടോ നമ്മുടെ ഹീറോ ഇങ്ങനെ കാണുന്നത്. ആ ഒരു കവർ ഫോട്ടോയില് വിങ്സ് ഓഫ് ദ ക്രിഫോൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു പ്രതിമയുടെ താഴെയാണ് നമ്മുടെ ഡയറക്ടറായിട്ടുള്ള ജോൺ മരിച്ചു കിടന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സംഭവത്തിനും നമ്മുടെ ജോണിന്റെ കൊലപാതകവും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് ഗസ് ചെയ്ത നമ്മുടെ ഹീറോ 3 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു ജൂനിയർ പയ്യനോടൊപ്പം സ്വിമ്മിംഗ് ക്ലബ്ബിൽ ഉണ്ടായിരുന്ന ആ ഒരു സീനിയർ പയ്യന്മാരുണ്ടല്ലോ, അവരാരാണെന്ന് ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. എന്താണെന്ന് വെച്ചാല്, ആ ഒരു 3 പേരിൽ ഒരാള് ഡയറക്ടറായിട്ടുള്ള ജോണിന്റെ മകനും അതേപോലെ തന്നെ ബാക്കിയുള്ളത് ജോണിന്റെ 2 സുഹൃത്തുക്കളായിട്ടുള്ള പയ്യന്മാരും. അതുകൊണ്ട് ബാക്കിയുള്ള 2 ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരോട് പോയി ചോദ്യങ്ങൾ ചോദിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്കും സൂഹി മറ്റൊരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ ആ ഒരു 2 ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് ചെന്ന് അന്വേഷിക്കുമ്പോഴത്തേക്കാണ് അവർ 2 വീട്ടിലില്ലാന്ന് അവരുടെ അമ്മമാരിങ്ങനെ പറയുന്നു. എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ജോണിന്റെ മകനുണ്ടല്ലോ, അവൻ എന്തോ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവനെ കാണാനായിട്ട് ഇവർ 2 പോയെന്നാണ് അവരിങ്ങനെ പറയുന്നത്. അങ്ങനെ അതിലൊരു ഫ്രണ്ടിന്റെ അമ്മയോട് ഇവരെവിടേക്കായിരിക്കും പോയിരിക്കുന്നതെന്ന് ചോദിച്ചു മനസ്സിലാക്കി നമ്മുടെ ഹീറോയും സൂഹിയും നേരെ അവർ പോയിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ നമ്മുടെ ജോണിന്റെ മകനും അതേപോലെ തന്നെ ഇതിലെ കൂട്ടത്തിലുള്ള ജാക്ക് എന്ന് പറഞ്ഞ ഒരു പയ്യനുമുണ്ട്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ലിം എന്ന് പറഞ്ഞ അടുത്ത ആ ഒരു ഫ്രണ്ടിനെ കാണാനില്ല. അവൻ എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ എവിടെയാണെന്ന് ഇവർക്ക് അറിയത്തില്ല എന്ന് പറയും. അതേസമയം നമ്മുടെ ഹീറോയും ഡിറ്റക്റ്റീവും 2 ഭാഗത്തായിട്ട് തിരിഞ്ഞിട്ട് അവിടെയെല്ലാം ഇങ്ങനെ പരിശോധിക്കണം. അതുമല്ല, ഇവരിപ്പോൾ നിൽക്കുന്നത് ഒരു മെട്രോ സ്റ്റേഷനിലും കൂടിയാണ്. അങ്ങനെ 2 പേരും അവിടെയെല്ലാം ഓടി നടന്നിങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് ലിം എന്ന് പറഞ്ഞിട്ട് ഇവർ അന്വേഷിച്ചിരിക്കുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ, അവനിപ്പോ ആ ഒരു റെയിൽ ട്രാക്കിൽ കയറി നിന്നിട്ട് വരുന്ന ട്രെയിൻ കയറി മരിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ആഹാ, കേസെല്ലാം ഒരു വിധത്തിൽ കണ്ടുപിടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഈ ഒരു ചെറുക്കൻ കയറി മരിക്കാൻ നിൽക്കുന്നത്. അങ്ങനെ ഇത് നമ്മുടെ ഡിറ്റക്റ്റീവ് സൂഹി കാണുന്നതും ട്രെയിൻ ഇടിക്കാനായിട്ട് വരുന്നതിന് മുന്നേ തന്നെ അവനെ പിടിച്ച് മറ്റൊരിടത്തേക്ക് ചാടി അവനെ എങ്ങനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ ഇപ്പോൾ ജോണിന്റെ മകനെ മുറിക്കകത്തിരുത്തി അവനോട് ചോദ്യം, നിന്റെ ഫ്രണ്ട് ഇപ്പോൾ മരിക്കാനായിട്ട് തയ്യാറായത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ എന്നിങ്ങനെ ചോദിക്കുന്നത്. കാരണം എന്താണെന്ന് അവൻ അറിയത്തില്ല. ഓക്കെ, അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. അപകടം പറ്റിയ ആ ഒരു ജൂനിയർ പയ്യനുണ്ടല്ലോ, അവന്റെ ആ ഒരു ബ്ലോഗിലെ ഒരു ലേഡിയുടെ ഐഡിയിൽ നിന്നും ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ടല്ലോ, ആ ഒരു ഫേക്ക് ഐ ഡി നിന്റെതല്ലേ എന്നിങ്ങനെ പറയുന്നതും. ആഹാ, ഇവിടെയാണ് ജോണിന്റെ മകൻ കൊടുക്കുന്ന മറ്റൊരു ടെസ്റ്റ്. ആ ഒരു ലേഡി ഐ ഡി അത് ഇവന്റെ ഐ ഡി തന്നെയാണ്. അങ്ങനെ ആ ഒരു സത്യം പറഞ്ഞിട്ട് നടന്ന കാര്യം എന്താണെന്ന് 3 വർഷങ്ങൾക്ക് മുന്നേ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം അവരിങ്ങനെ പറയാണ്. ഇവർ ആ ഒരു സ്വിമ്മിംഗ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവർ 3 പേര് കൂടാതെ മറ്റൊരു പയ്യനും ആ ഒരു ജൂനിയർ പയ്യനുണ്ടല്ലോ, അവന് ഇവരോടൊപ്പം ആ ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യും. അതുമല്ല, ഇവരുടെ അത്ര എക്സ്പീരിയൻസ് എന്തായാലും ആ ഒരു പയ്യനും ഉണ്ടാവത്തില്ല. സീനിയർ ആകുമ്പോഴത്തേക്കും അതിന്റെ പോക്കരത്തര എന്തായാലും കാണിക്കാതിരിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇവർ 3 പേരും ഒരു ദിവസം രാത്രി ആ ഒരു ജൂനിയർ പയ്യനെ അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഈ സ്വിമ്മിംഗ് പൂളിലിട്ട് അവനെ കഷ്ടപ്പെടുത്തും. എന്നിട്ട് ഇവരെല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കരയിലേക്ക് കയറുമ്പോഴത്തേക്കും ആ ഒരു പയ്യൻ മാത്രം വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുന്നു. അപ്പോൾ ഇവർ വിചാരിക്കും അവൻ മരിച്ചെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കരയിലേക്ക് കയറി പേടിച്ച് നിൽക്കുന്ന സമയത്താണ് ഇവരുടെ ആ ഒരു കോച്ച് ഉണ്ടല്ലോ അയാൾ ഇവിടേക്ക് വരുന്നത്. അങ്ങനെ ഇവർ 3 പേരും വെള്ളത്തിലേക്ക് ചാടിയിട്ട് ആ ഒരു പയ്യനെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവന് ബോധമില്ലാതെ കിടക്കാണ്. അങ്ങനെ ആ ഒരു കോച്ച് ഇവിടേക്ക് വന്നിട്ട് ഇവന്മാരെ 3 പേരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രശ്നം ഇവന്മാരുടെ മണ്ടയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഇവരെ 3 പേരെയും ഈ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞുവിടും. അവന്മാരെ 3 പേരെ ഈ ഒരു സംഭവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഇവിടെ നടന്നതിന് കാരണം ആ ഒരു പയ്യൻ തന്നെയാണ്. അവനാണ് ആക്സിഡന്റ് സംഭവിച്ചെന്നുള്ള രീതിയിൽ വരുത്തി തീർത്ത് എല്ലാവരോടും ആ ഒരു കോച്ച് കള്ളം പറയുകയാണ് ചെയ്യുന്നത്.
പക്ഷേ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോ ചോദിച്ചപ്പോൾ പോലും ആ ഒരു കോച്ച് പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ജോണിന്റെ മകൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ കാരണമാണ് അവന് നടക്കാൻ പോലും കഴിയാത്തത് എന്നുള്ള കാര്യം 1 വർഷത്തിന് ശേഷം അവന്റെ വ്ലോഗ് കണ്ടിട്ടാണ് ഞാൻ തന്നെ അറിഞ്ഞത്. അതുകൊണ്ട് ആ ഒരു കുറ്റബോധം എപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ആ ഒരു 7 പുണ്യ സ്ഥലങ്ങളിൽ പോയിട്ട് ഓരോ അമ്പലങ്ങളിൽ ഓരോ കളർ പേപ്പർ വെച്ച് അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് ഒരു സ്ത്രീയുടെ പേരിൽ ഒരു ഫേക്ക് ID നിർമ്മിച്ചിട്ട് അവന്റെ ആ ഒരു വ്ലോഗിൽ ഞാൻ അപ്ലോഡ് ചെയ്തത്. ഇങ്ങനെ ഒരു 6 മാസത്തോളം ഞാനത് നിർത്താതെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴേക്കാണ് ഒരു ദിവസം എൻ്റെ അച്ഛൻ ഈ ഒരു കാര്യം കാണാനിടയായത്. ഒരുപക്ഷെ ഇത് കണ്ടിട്ട് 3 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ചെയ്ത കാര്യം കാരണം ആ ഒരു പയ്യന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചെന്നുള്ള കാര്യം എൻ്റെ അച്ഛൻ മനസ്സിലാക്കുമെന്നുള്ള പേടിയിൽ എൻ്റെ അച്ഛൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഞാൻ ഒരിക്കലും മറുപടി പറയാതെ അച്ഛനെ വെളിയിലേക്ക് പറഞ്ഞു വിടുമായിരുന്നു. അതുമല്ല, ഇനി ആ ഒരു കാര്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ആ വ്ലോഗിൽ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ നിർത്തലാക്കി. പിന്നീട് ഞാൻ ഒരിക്കലും ആ ഒരു കാര്യം ചെയ്യാനേ പോയിട്ടില്ല. പക്ഷെ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ആ ഒരു ഡിറ്റക്റ്റീവ് എന്നോട് വിങ്സ് ഓഫ് ദ ക്രിഫോൺ എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് പറഞ്ഞതിന് ശേഷമാണ് ആ ഒരു വാക്ക് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തത്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. ആ ഒരു വാക്കിനും ഞാൻ പോയ 7 അമ്പലങ്ങളുണ്ടല്ലോ, ആ ഒരു അമ്പലങ്ങളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അച്ഛൻ എന്തുകൊണ്ടായിരിക്കും ആ ഒരു പ്രതിമയുടെ താഴെ തന്നെ മരിച്ചു വീണത്? ആ ഒരു വാക്കിനും ഈ 7 അമ്പലങ്ങൾക്കും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള ആ ഒരു സംശയത്തിൽ ആ ഒരു ജൂനിയർ പയ്യന്റെ വ്ലോഗ് ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്തു. അപ്പോഴാണ് എനിക്ക് മറ്റൊരു ഷോക്ക്. 6 മാസങ്ങൾക്ക് മുന്നേ ആ ഒരു വ്ലോഗ് ഞാൻ നിർത്തലാക്കി. പിന്നീട് ഞാൻ ആ ഒരു വ്ലോഗ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ പോലെ തന്നെ വീണ്ടും അതിൽ പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വീണ്ടും ആ ഒരു പോസ്റ്റുകൾ ചെയ്തത് എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ മരിക്കുന്നതിന് തൊട്ട് മുന്നേ വരെയും ആ ഒരു വ്ലോഗിൽ അച്ഛൻ ഇതേപോലെ പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുമായിരുന്നു. എനിക്ക് പകരം എൻ്റെ അച്ഛൻ ആ ഒരു പയ്യന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ള കാര്യം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്ന് ഇപ്പൊ ജോണിന്റെ മകൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹീറോയോട് ഇങ്ങനെ പറയുന്നതും അതിനുശേഷം നമ്മുടെ ഹീറോ ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങാണ്. അപ്പോൾ നീ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ 6 മാസങ്ങൾക്ക് മുന്നേ നീ ഇതേപോലെ ഒരു വ്ലോഗിൽ ആ ഒരു പയ്യന് വേണ്ടി അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് ആ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുന്ന കാര്യം നിന്റെ അച്ഛൻ കണ്ടുപിടിച്ചു. അത് നീ നിർത്തലാക്കിയതിനു ശേഷം നിന്റെ അച്ഛൻ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്തു. പക്ഷേ നിന്റെ അച്ഛൻ അങ്ങനെയെല്ലാം ചെയ്യുമ്പോഴും ആ ഒരു പയ്യൻ ആരാണെന്നുള്ള കാര്യവും അതേപോലെ തന്നെ ആ ഒരു പയ്യൻ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യവും നിന്റെ അച്ഛൻ ഒരിക്കലും അറിയത്തില്ലായിരുന്നു. എന്റെ മകൻ ഏതോ ഒരു പയ്യന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഞാൻ കണ്ടതുകൊണ്ട് അവൻ പേടിച്ചിട്ട് അത് നിർത്തലാക്കി. അതിനുശേഷമാണ് നിന്റെ അച്ഛൻ നീ ചെയ്ത ആ ഒരു കാര്യം അതേ പയ്യന് വേണ്ടിയിട്ട് വീണ്ടും ചെയ്യാൻ തുടങ്ങിയത്. ഈ ഒരു കാര്യം നീ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലെ സിസ്റ്റം യൂസ് ചെയ്യാതെ ഒരു ഇന്റർനെറ്റ് സെന്ററിലേക്ക് ചെന്ന് അതുവഴി ഈ ഒരു പോസ്റ്റുകളെല്ലാം അപ്ലോഡ് ചെയ്യുന്നതും ആ ഒരു ഇന്റർനെറ്റ് സെന്ററിന്റെ കാർഡാണ് നിന്റെ അച്ഛന്റെ ഹാൻഡ് ബാഗിൽ നിന്ന് അന്ന് കണ്ടുപിടിച്ചത്. അങ്ങനെ 6 മാസത്തിന് ശേഷം നിന്റെ അച്ഛൻ ഈ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഈ വ്ലോഗിലെ ശരീരം വയ്യാതിരിക്കുന്ന ആ ഒരു പയ്യൻ സത്യം പറഞ്ഞാൽ നിങ്ങളോടൊപ്പം ആ സ്വിമ്മിംഗ് ക്ലബിൽ ഉണ്ടായിരുന്ന ആ ഒരു പയ്യനാണെന്ന്. ഒരുപക്ഷെ ആ ഒരു പയ്യൻ അങ്ങനെ സംഭവിക്കാൻ കാരണം നീ ആയിരിക്കോ, അതുകൊണ്ടായിരിക്കും നീ എല്ലാ അമ്പലങ്ങളിലും പോയിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നുള്ള സംശയത്തിൽ നിന്റെ അച്ഛൻ ഇപ്പോൾ ഒരുത്താൻ മരിക്കാനായിട്ട് പോയല്ലോ ലിം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പയ്യൻ നിന്റെ സുഹൃത്ത് അവനെ കോൾ ചെയ്തിട്ട് സംസാരിക്കുന്നത് നിന്റെ അച്ഛനാണെന്ന് ഒരിക്കലും അവനോട് പറയാതെ ആ ഒരു ആക്സിഡന്റ് ആയ പയ്യനുണ്ടല്ലോ അവന്റെ അച്ഛനാണെന്നുള്ള രീതിയിൽ എന്റെ മകനെ പറ്റിയുള്ള കാര്യം നിന്നോട് സംസാരിക്കണം, അതുകൊണ്ട് നാളെ രാത്രി 7 മണിക്ക് ഞാൻ പറയുന്ന ഈ ഒരു ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് കണ്ടുമുട്ടാം എന്നുള്ള കാര്യം നിന്റെ അച്ഛൻ ലിമ്മിനെ വിളിച്ച് പറഞ്ഞിരുന്നു. എന്നിങ്ങനെ നമ്മുടെ ഹീറോ പറയുന്നതും ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്ക് ലിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യനെ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് അവൻ സ്റ്റാർട്ട് ചെയ്യാണ്. ആ ഒരു ജൂനിയർ പയ്യനെ സംഭവിച്ച കാര്യം അവന്റെ അച്ഛൻ മനസ്സിലാക്കി ഒരു പക്ഷെ അതിനെപ്പറ്റി സംസാരിക്കാനായിരിക്കും എന്നെ വിളിക്കുന്നത് എന്നുള്ള രീതിയിൽ അയാളെ ആ ഒരു കോഫി ഷോപ്പിൽ വെച്ച് തന്നെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്ത് ഇവനാണ് ഒരു കത്തിയുമായിട്ട് അയാളെ കാണാനായിട്ട് ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെന്ന് കാണുമ്പോഴത്തേക്കാണ് അത് ജൂനിയറിന്റെ അച്ഛനല്ല, തന്റെ സുഹൃത്തിന് തന്റെ അച്ഛനായിട്ടുള്ള ജോൺ ആണെന്ന് അവൻ മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ജോൺ ആണെങ്കിലും പറയും, ലിം നീ ഒരിക്കലും പേടിക്കണ്ട, നിന്നെ കാണാൻ വരുന്നത് ഞാനാണെന്ന് എന്റെ മകൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പയ്യന്റെ അച്ഛനാണെന്ന് ഞാൻ നിന്നോട് കള്ളം പറഞ്ഞത്. എന്തായാലും 3 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു പയ്യൻ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, അതിന് കാരണക്കാരൻ ആരാണ്, എന്താണെങ്കിലും സത്യം എന്നോട് പറയും എന്ന് ജോൺ അവനോട് ചോദിക്കുമ്പോൾ ഇവര് 3 പേരും കൂടി ചേർന്നിട്ടാണ് ആ ഒരു പയ്യൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് ജോണിനോട് പറയാതെ നിങ്ങളുടെ മകൻ കാരണമാണ് അവൻ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് എന്ന് ലിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ ജോണിനോട് കള്ളം പറയും. അങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുന്നത് ജോൺ എന്താ പറയുന്നത് വെച്ചാൽ, ഓ അങ്ങനെയാണല്ലേ, അപ്പോ എന്റെ മകൻ ചെയ്ത ആ ഒരു തെറ്റിന് ശിക്ഷ എന്തായാലും അവൻ അനുഭവിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോൺ നേരെ സ്റ്റേഷനിലേക്ക് അവന്റെ മകനെ പറ്റിയുള്ള ആ ഒരു കാര്യം പറയാനായിട്ട് ഇങ്ങനെ പോകുന്നതും ഒരുപക്ഷെ ജോണിന്റെ മകനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനല്ല കാരണക്കാരൻ, ഇവര് 3 പേരും അതിന് കാരണക്കാരാണ് എന്ന് പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെയും ജീവിതം ഇല്ലാതാവത്തില്ലേ. ജോൺ ആ ഒരു കാര്യം പോലീസിനോട് പറയാതിരിക്കാൻ വേണ്ടി അവൻ കൊണ്ടുവന്ന ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമ്മുടെ ജോണിനെ ആ ഒരു സബ്വേയിൽ വെച്ച് കുത്തുന്നത് ലിം എന്ന് പറഞ്ഞ ഈ ഒരു പയ്യനാണ്. എന്നിട്ട് ജോണിനെ കുത്തി ആ ഒരു പേടിയില് ആ ഒരു സബ്വയുടെ വെടിയിലേക്ക് ഓടി വരുമ്പോഴത്തേക്കും അവൻ ഒരുത്തനെ വന്നിങ്ങനെ ഇടിക്കും. ആ ഇടി കൊള്ളുന്നവനാണ് വില്ലെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോയ് ഫ്രണ്ട്. അതുമല്ല എന്തായാലും അടുത്ത ദിവസം താൻ പിടിക്കപ്പെടുമെന്നുള്ള രീതിയിൽ ലിം പേടിച്ചങ്ങനെ ഇരിക്കുന്നതും അടുത്ത ദിവസം വില്ലെന്ന് പറഞ്ഞ അവനാണ് ജോണിനെ കൊന്നത് എന്നുള്ള രീതിയിൽ ടിവിയിൽ ആ ഒരു ന്യൂസ് കാണുന്നതും ഇവൻ ആ ഒരു പേടി മാറി. അതുകൊണ്ട് അവൻ പിന്നീട് ഫ്രീ ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഇന്നലെ നമ്മുടെ ജോണിന്റെ മകൻ ഇതേപോലെ ആ ഒരു ജൂനിയർ പയ്യനെ കണ്ട് പഴയ കേസിനെ പറ്റി എല്ലാം ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതിനെപ്പറ്റി സംസാരിച്ചേ പറ്റൂ എന്നും പറഞ്ഞിട്ടാണ് ലിമ്മിനെയും ജാക്കിനെയും ആ ഒരു മെട്രോ സ്റ്റേഷൻ അടുത്തേക്ക് വിളിച്ചു വരുന്നത്.
കരുതുന്നത്. പക്ഷെ ലിമ്മാണെങ്കിലോ ഈ സത്യങ്ങളെല്ലാം ഒരുപക്ഷെ പോലീസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് മരിക്കാന്നുള്ള രീതിയിലാണ് ഇവൻ നേരെ ആ ഒരു ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടി വരികയായിട്ട് അവിടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ഈ ഒരു സത്യങ്ങളെല്ലാം നമ്മുടെ ലിം ഇവിടെ സ്റ്റേഷനിൽ തുറന്നു പറയുന്നതും ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോ അവനോട് പറയും സത്യത്തിൽ നടന്നത് ഇതാണ്. അപ്പോൾ നിന്റെ അച്ഛൻ മരിക്കാനായിട്ടുള്ള കാരണക്കാരൻ ആരാണ്? അത് നീ തന്നെയാണ്. അന്നേ നിന്റെ അച്ഛൻ ചോദിച്ചിരുന്നു നീ എന്തുകൊണ്ടാണ് സ്വിമ്മിംഗ് ക്ലാസ്സിൽ പോവാത്തതെന്ന്. അന്ന് തന്നെ നീ ഒരു സത്യം പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ അച്ഛൻ ഒരിക്കലും നിന്റെ ഫ്രണ്ടിനെ പോയി ഇതേപോലെ ഒരു കാര്യം ചോദിക്കത്തുമില്ലായിരുന്നു. ഇപ്പൊ അയാള് ഇവിടെ ജീവനോടെ ഉണ്ടാവുമായിരുന്നു. നിന്റെ അച്ഛൻ ചോദിച്ച ചോദ്യത്തിന് നീ മറുപടി കൊടുക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു അവസ്ഥ നിന്റെ അച്ഛന് സംഭവിച്ചത്. പക്ഷേ മരിക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് പോലും ഈ ഒരു കുട്ടികൾ ചെറുപ്പക്കാരായതുകൊണ്ട് ആ ഒരു പയ്യനെ പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടി കത്തിയിലെ അവന്റെ ഫിംഗർ പ്രിന്റ് എല്ലാം തുടച്ചത് നിന്റെ അച്ഛൻ തന്നെയാണ്. അതുമല്ല നിനക്കൊരു കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ആ ഒരു സബ്വേയുടെ അടുത്ത് നിന്നും കുത്തുകൊണ്ടിട്ടും അത്രയും ദൂരം നടന്ന് ക്രിഫോൺ എന്ന് പറഞ്ഞ ആ ഒരു പ്രതിമയുടെ അടുത്തേക്ക് വന്നിട്ട് അവിടെ തന്നെ മരിച്ചു വീഴാൻ കാരണം എന്താണെന്നറിയോ? ആ ഒരു ക്രിഫോൺ പ്രതിമയിലുള്ള ആ ഒരു ചിറകുണ്ടല്ലോ, അത് ജനങ്ങൾക്ക് വിശ്വാസം നൽകുക എന്നുള്ളൊരു അർത്ഥമല്ലാതെ ധൈര്യമായിട്ട് ഇരിക്കണം എന്നുള്ള രീതിയിലും അത് അർത്ഥമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3 വർഷമായിട്ട് നീ ആ ഒരു ജൂനിയർ പയ്യന് നടന്ന കാര്യം വെളിയിൽ പറയാതെ പേടിച്ച് അത്രയും കാലം ജീവിച്ചു. അതുകൊണ്ട് ഇനിയെങ്കിലും ധൈര്യമായിട്ട് ജീവിക്കുക എന്നൊരു കാര്യം നിനക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നിന്റെ അച്ഛൻ അവിടെ തന്നെ മരിച്ചു വീണത് എന്നുള്ള കാര്യം നമ്മുടെ ഹീറോ അങ്ങനെ അവനോട് പറയുന്നതും ഈ ഒരു കാര്യം കേൾക്കുന്നതും അവൻ അത്രയും പൊട്ടിക്കരയാണ്. അതുകൊണ്ട് നിന്റെ അച്ഛനെ പറ്റി നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഹീറോ എന്നിട്ട് സ്റ്റേഷനിലേക്ക് വന്നിട്ട് ആ ഒരു സ്വിമ്മിംഗ് കോച്ച് ഉണ്ടല്ലോ അവനെ വിളിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് നിനക്ക് അന്നേ ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ 3 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു 3 പേരെ നീ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത് നീ തന്നെ ഇപ്പൊ കാണുന്നില്ലേ? എന്തിനാ നീ അന്ന് അങ്ങനെ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവന്റെ ആ ഒരു സ്റ്റുഡൻസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നുള്ള രീതിയിൽ എന്തോ ഒരു വലിയ കാര്യം ചെയ്തതുപോലെയാണ് അവൻ ഇങ്ങനെ പറയുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഹീറോ പെട്ടെന്ന് അവന്റെ കോളർ പിടിച്ച് അങ്ങനെ തൂക്കി നിർത്തിയിട്ടാണ് പറയുന്നത് തെറ്റ് ചെയ്ത കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെ ആ ഒരു തെറ്റിൽ നിന്ന് മാറ്റി നിർത്തിയത് കൊണ്ടാണ് ഇന്ന് ലിം എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ ഇതേപോലെ ഒരു തെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാമെന്നും അവനിങ്ങനെ തീരുമാനിച്ചത്. ഒരു ടീച്ചറിന്റെ ജോലി കുട്ടികൾ ചെയ്ത തെറ്റ് മറയ്ക്കുക എന്നുള്ളതല്ല, തെറ്റെന്താണെന്ന് മനസ്സിലാക്കി ഇനി ആ ഒരു വഴിക്ക് പോവാതിരിക്കാൻ വേണ്ടി അവർ ചെയ്ത തെറ്റെന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുന്നതാണ് എന്നുള്ള രീതിയിൽ ആ ഒരു കോച്ചിനെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് നേരെ വില്ലിന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാനായിട്ട് ഇങ്ങനെ വരും. എന്തിനാണെന്ന് വെച്ചാല് നമ്മുടെ വില്ലിന്റെ കയ്യിൽ ജോണിന്റെ ഹാൻഡ് ബാഗ് എങ്ങനെയായിരിക്കും വന്നിരിക്കുന്നത്, അതെങ്ങനെയായിരിക്കുമെന്ന് 2 രീതിയിൽ ഇങ്ങനെ പറയാണ്. ഈ 2 രീതിയിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ അറിയുന്നത് ഒന്ന് ജോണിനും വില്ലിനാണ്. പക്ഷെ 2 പേരും മരിച്ചുപോയി. അതുകൊണ്ട് ഈ ഒരു രീതിയിലായിരിക്കാം അത് സംഭവിച്ചത് എന്ന് നമ്മുടെ ഹീറോ ഒരു നിഗമനത്തിലെത്തി ഇങ്ങനെ പറയാണ്. ഒന്നാമത്തെ കാര്യം, ആ ഒരു ഫർണിച്ചർ കടയിൽ ജോലി കിട്ടിയില്ല എന്നുള്ള ദേഷ്യത്തില് അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ആ ഒരു വഴിയെ നടന്നുപോയ ജോണിനെ ഇവൻ കണ്ടിരുന്നിരിക്കണം. 6 മാസങ്ങൾക്ക് മുന്നേ തന്റെ ജോലി പോകാൻ തന്നെ കാരണം ജോണാണ്. അതുകൊണ്ട് ഇവനോട് എന്തായാലും ആ ഒരു കാരണം ചോദിക്കണം എന്നും പറഞ്ഞിട്ട് ജോണിനെ ഫോളോ ചെയ്ത് പോകുന്ന സമയത്താണ് ആ ഒരു ലിം എന്ന് പറഞ്ഞ പയ്യൻ ജോണിനെ കുത്തിയിട്ട് മുകളിലേക്ക് ഓടി വരുന്നത്. അതിനുശേഷം സബ്വേയിലേക്ക് വന്ന വില്ലാണെങ്കിൽ ജോണിന്റെ ഹാൻഡ് ബാഗ് കണ്ടിരുന്നു. അതിൽ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പണവുമുണ്ട്. തന്നെ 6 മാസങ്ങൾക്ക് മുന്നേ ജോലിയിൽ നിന്ന് പുറത്തു വിട്ടതല്ലേ, അതുകൊണ്ട് അയാൾക്ക് എന്ത് സംഭവിച്ചാലും തനിക്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ അയാളോടുള്ള ഒരു ദേഷ്യം കാരണം വില്ല് അവിടെ നിന്ന് ആ ഒരു ഹാൻഡ് ബാഗ് എടുത്ത് രക്ഷപ്പെട്ട് പോയതായിരിക്കാം. അത് കഴിഞ്ഞിട്ടാണ് നിന്നെ വിളിച്ച് ഇതേപോലെ താനൊരു തെറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു കുറ്റബോധം കാരണമായിരിക്കാം നിന്നെ വിളിച്ചത്. ഇങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ 2ാമത്തെ കാരണം ഇതായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗേൾ ഫ്രണ്ടിനെ വിളിച്ച് ഒരു അമ്പലത്തിന്റെ മുന്നിലേക്ക് നമ്മുടെ ഹീറോ ഇങ്ങനെ കൊണ്ടുവരാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു സീനില് ആ ഒരു വില്ലന്റെ ഫോട്ടോ കണ്ടിട്ട് ഒരു ഷോപ്പിലെ ലേഡി എന്തോ ഒരു കാര്യം നമ്മുടെ ഹീറോയോട് പറയാനായിട്ട് വന്നിരുന്നല്ലോ. ആ കാര്യം എന്താണെന്ന് ഇപ്പോഴാണ് നമ്മുടെ ഹീറോ പറയുന്നത്. തന്റെ ഗേൾ ഫ്രണ്ട് എത്രയും പെട്ടെന്ന് പ്രഗ്നന്റ് ആവണം എന്നുള്ള രീതിയിൽ ആ ഒരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിയിട്ട് അടുത്തുള്ള ആ ഒരു മരത്തില് അത് കെട്ടിയിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്റെ ഗേൾ ഫ്രണ്ട് പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ തന്നെ താനൊരു നല്ല ജോലിക്ക് പോയിട്ട് നല്ല രീതിയിൽ തന്റെ ഗേൾ ഫ്രണ്ടിനെ നോക്കാം, അങ്ങനെ അവളെ സന്തോഷപ്പെടുത്താം എന്നുള്ള രീതിയിൽ നീ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ 3 വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു നഗരത്തിൽ വരുമ്പോൾ ഈ ഒരു പ്രതിമയുടെ മുന്നിലായിട്ടാണ് നിങ്ങൾ വന്നിറങ്ങിയതെന്ന്. അതുപോലെ ഡേറ്റ് നിനക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ആ ഡേറ്റ് ജൂൺ 12 അല്ലേ എന്ന് നമ്മുടെ ഹീറോ തന്നെ ഇങ്ങനെ പറയാണ്. അപ്പൊ അവളാണെങ്കിൽ ആൾറെഡി ആ ഒരു ഡയറിയിൽ നോക്കിയിരുന്നു, കറക്റ്റ് ഡേറ്റ് തന്നെയാണ് നമ്മുടെ ഹീറോ പറഞ്ഞത്. ഇതെങ്ങനെ നിങ്ങൾക്കറിയാം? ആ ഒരു ഗേൾ ഫ്രണ്ട് ഹീറോയോട് ചോദിക്കുമ്പോൾ അതേ ഡേറ്റ് തന്നെയാണ് ജോണും മരണപ്പെട്ടത്. ഒരുപക്ഷെ ആ ഒരു ഡേറ്റിൽ ജോലി വാങ്ങി നിന്നെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം വില്ല് ജോലി അന്വേഷിച്ച് അവിടേക്ക് ചെന്നത്. പക്ഷെ അവന് ജോലി കിട്ടിയില്ല. ആ ഒരു വിഷമത്തിൽ അവൻ സബ്വേ വഴി നടന്നു പോകുമ്പോഴത്തേക്കാണ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഹാൻഡ് ബാഗ് അവൻ കണ്ടതും അത് ജോണിന്റെ ഹാൻഡ് ബാഗാണ്, അയാൾക്ക് എന്തോ കാര്യം സംഭവിച്ചു എന്നൊരു പക്ഷെ അവന് മനസ്സിലായി കാണത്തില്ല. ഏതോ ഒരു ഹാൻഡ് ബാഗ് അതെടുത്ത് വെച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബാഗ് എടുത്ത് കയ്യിൽ വെച്ചത്. എന്തൊക്കെ തന്നെയായാലും ഇതൊരു മോഷണം തന്നെയാണ്, കാരണം മറ്റൊരാളുടെ ഹാൻഡ് ബാഗ് ആണല്ലോ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നിന്നെ വിളിച്ചിട്ട് അവൻ എന്തോ ഒരു തെറ്റ് ചെയ്തെന്നുള്ള രീതിയിൽ അന്ന് ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞതും അതിനുശേഷം അവൻ ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചത്. അതുകൊണ്ട് വില്ല് എന്തായാലും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, കാരണം നിങ്ങൾ ആദ്യമായിട്ട് വന്ന ആ ഒരു ദിവസം പോലും അവൻ ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിനെ പറയുന്നതും അതുകൊണ്ട് അവന്റെ കുഞ്ഞിനെങ്കിലും നല്ല രീതിയിൽ നോക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗേൾ ഫ്രണ്ട് ആണെങ്കിലും അവളുടെ ആ ഒരു ബോയ് ഫ്രണ്ടിനെ ആലോചിച്ച് ഹീറോയിലും ടാക്സും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നതും ഈ ഒരു കേസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്.
അതുമല്ല ഈ ഒരു മൂവി കണ്ടതിന് ശേഷം നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ആ ഒരു സ്വിമ്മിംഗ് കോച്ച് അയാള് തന്റെ കുട്ടികളെ ഒരു തെറ്റ് ചെയ്തത് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് കൊണ്ടാണല്ലോ ഇത്രയും കാര്യങ്ങൾ പിന്നീട് സംഭവിച്ചത്. അപ്പോൾ റിയൽ ലൈഫിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ കുട്ടികളോ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു തെറ്റ് ചെയ്തതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ നിൽക്കാതെ അവൻ ചെയ്തത് ഒരു തെറ്റാണെന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എന്നിരുന്നാലേ മറ്റൊരു തെറ്റ് അവൻ ചെയ്യാതിരിക്കത്തുള്ളൂ. ഇല്ല പകരം ആ ഒരു തെറ്റിൽ നിന്നും ആ ഒരാളെ രക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലേ അയാൾ ഇതേപോലെ മറ്റൊരു തെറ്റും ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു തെറ്റ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്ത് അത് വലിയൊരു ക്രൈമിലേക്ക് തന്നെ ചെന്ന് അവസാനിക്കും. അതുകൊണ്ട് തെറ്റെത്ര ചെറുതായാലും അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു മൂവിയോടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.